കാലത്തിന് മുന്നേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല മൃദുൽ. കാരണം കാലത്തിന് മുന്നേ ഒരു കഥ പറയാൻ ഒരാൾക്ക് പറ്റില്ല അൺലെസ് ഇറ്റ്സ് എ സയൻസ് ഫിക്ഷൻ. ഞാൻ ആരും അറിയാതെ ഒരു ഡയലോഗ് എഴുതി ചേർത്തു. ഐ തിങ്ക് വിന്റർ ഗ്രീൻ ഇസ് ഗോയിങ് ടു ബി ഗ്രേറ്റ് ഫൺ. അത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ എഴുതിയാന്ന്. അപ്പോൾ സിനിമയിൽ ആദ്യം വന്ന ഡയലോഗ് അതാണ്, ഹൈവേയിലെ ഡയലോഗാണ്. ഇവിടെ എപ്പോഴെങ്കിലും ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറയാൻ നമ്മൾ എന്ന് തുടങ്ങുന്നു അന്ന് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി. കാസനോവ എന്ന് പറയുന്ന സിനിമയുടെ പരാജയം അത് ഞങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്നിട്ടുണ്ട്. അതിന്റെ ആദ്യ കുറ്റവാളി തിരക്കഥാകൃത്ത് തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന തിരക്കഥ കൂടെയുള്ളവരുടെ തിരക്കഥയാണ്. ഒരുപാട് സംസാരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമാണ്, രാജേഷിൽ ഈ പറഞ്ഞ ഒരു സിനിമയുടെ പരാജയം കൊണ്ട് ജഡ്ജ് ചെയ്യാവുന്ന ഒരാളല്ല ഉള്ളത്. ട്രാഫിക് അല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു ട്രെൻഡ് സെറ്റർ വരുമായിരുന്നു. ഹൗ ഓൾഡ് ആർ യു കണ്ടിട്ട് തിരികെ പഠിച്ച് വക്കീലായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇറലവൻസിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. ബോബിയുടെ ശരികൾ എൻ്റെ ശരികളായിരിക്കണമെന്നില്ല, എൻ്റെ നേരെ തിരിച്ചു. പക്ഷെ ആ കോൺട്രാസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് സിനിമ എഴുതാൻ കാരണം. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിലായി മലയാള സിനിമയിൽ സംഭവിച്ച നല്ല മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയും കൃത്യമായ ഇടവേളകളിൽ തങ്ങളുടെ സിനിമകൾ കൊണ്ട് അതിലേക്ക് പുതിയ സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന തിരക്കഥാകൃത്തുക്കളാണ് ബോബി സഞ്ജയ്. ഒരു തിരക്കഥ കൂട്ടുകെട്ട് എന്നതിലുപരി ഒരു ബ്രാൻഡായി മാറിയിരിക്കുന്ന ബോബി സഞ്ജയ് കൂട്ടുകെട്ടിലെ സഞ്ജയ് ആണ് നമ്മുടെ അതിഥി. സഞ്ജയ്, വെൽക്കം ടു ലോങ് സ്റ്റോറി ഷോർട്സ്. ഒരു ക്യൂരിയോസിറ്റിയിൽ വരുന്നൊരു ക്വസ്റ്റ്യനിൽ ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറഞ്ഞ പോലെ 2 പതിറ്റാണ്ടുകളായിട്ട് സഞ്ജയ് ഒരു ഷോബിസിൻ്റെ ഭാഗമായിട്ടുണ്ട്, ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രോജക്റ്റിൻ്റെ ഡ്യൂറേഷൻ്റെ അപ്പുറം സഞ്ജയിനെ പബ്ലിക് സ്പേസിൽ കാണില്ല. സഞ്ജയ് സോഷ്യൽ മീഡിയയിലില്ല. സഞ്ജയുടേതായ ഇൻ്റർവ്യൂസ് പോലും വളരെ കുറവാണ്. ഇതൊരു ഡെലിബറേറ്റ് ചോയ്സ് ആണോ അതോ ഓവർ ദ ടൈം ഞാൻ അങ്ങനെ ഒരു പ്രൈവറ്റ് പേഴ്സൺ ആയതാണോ സഞ്ജയ്? ഡെലിബറേറ്റ് ചോയ്സ് അല്ല. കാരണം ഇത് വളരെ ഓർഗാനിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒന്ന്, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യം, എൻ്റെ പ്രസക്തി എൻ്റെ സിനിമയിലൂടെ മാത്രമേ ഉള്ളൂ. അതല്ലാതെയുള്ള എൻ്റെ ലൈഫ് എനിക്ക് ഞാൻ ഭയങ്കര പൊസസീവാണ്. എൻ്റെ പ്രൈവസിയെ പറ്റി ഞാൻ ഭയങ്കര പൊസസീവായിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എൻ്റെ സിനിമയല്ലാത്ത ഒരു ഞാൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പേസിൽ എനിക്ക് വരണമെന്ന് തോന്നിയിട്ടില്ല. അവിടുത്തെ ഡിസ്കഷനിൽ പങ്കുചേരണമെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ മൃദുല, ഞാൻ വെറുതെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. വെറുതെ വീട്ടിൽ ഒരു റൂമിനകത്ത് ഇരുന്നാൽ എനിക്ക് ദിവസങ്ങളോളം ഇരിക്കാം. അത്രത്തോളം എനിക്ക് എൻ്റെ കമ്പനി ഭയങ്കര ഇഷ്ടമാണ്. ബോറടിച്ചിട്ടില്ല. പിന്നെ അപ്പോൾ അതൊക്കെയാണ് ഞാൻ കൂടുതലും അതിനുള്ള സമയമുണ്ടല്ലോ ഈ പറയുന്ന പോലെ. എനിക്ക് വായിക്കാൻ ഒരുപാട് സമയം ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. ചെറിയ ചെറിയ ട്രാവലിന് ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്പേസാണ് എൻ്റെത് കൂടുതലും. അങ്ങനെ അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എനിക്കൊന്നും പറയാനില്ല. എൻ്റെ സിനിമയ്ക്ക് മാത്രമേ എന്തെങ്കിലും പറയാനുള്ളൂ എന്ന് വെച്ച് സോഷ്യൽ മീഡിയയോട് ഞാൻ എതിര് എന്നതിൻ്റെ യാതൊരു അർത്ഥവുമില്ല. നോട്ട് മൈ കപ്പ് ഓഫ് ടീ, അത്രേ ഉള്ളൂ. ഒരു ഇപ്പോൾ ഇപ്പോഴത്തെ ജെൻസി ലിങ്കോ ഒക്കെ ഉപയോഗിക്കുകയാണ്, ഒരു ഫോമോ, ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ ചുറ്റിലും നടക്കുന്ന എന്താണെന്ന് അറിയുന്നു, ഒരു ട്രെൻഡുകൾ എന്താണെന്ന് അറിയുന്നു. അങ്ങനെ ഒരു ഫോമോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ 2 സിനിമ എഴുതിയിട്ടുണ്ട്. മുംബൈ പോലീസ് സല്യൂട്ട്. ഇത് രണ്ടും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി, പോലീസിനെ പറ്റിയുള്ള സിനിമയാണ്. എന്ന് വെച്ചാൽ ഞാൻ ഡെയിലി പോലീസ് ഓഫീസേഴ്സുമായിട്ട് ബന്ധമുള്ള ആളല്ല. ആ ഫീൽഡ് എനിക്ക് അറിയാവുന്ന ആളല്ല. അപ്പോൾ ആ സിനിമ എഴുതുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചുകളായിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ലൈഫുകളായിക്കോട്ടെ, അത് ഞങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറയുന്നത് പോലെയാണിത്. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ ലെവലിലുള്ള വളരെ എക്സ്റ്റെൻസീവായിട്ടുള്ള റിസർച്ചിലേക്ക് ഞങ്ങൾ പോകും. അല്ലാതെ അവിടെ തന്നെ അതിലൂടെ അത് കിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് കായംകുളം കൊച്ചുണ്ട് ഞങ്ങൾ എഴുതിയൊരു സിനിമയാണ്. ഒരു പീരീഡ് ഫിലിമാണ്. ആ കാലഘട്ടത്തെ പറ്റി നമുക്കൊന്നും അറിയില്ല. അപ്പോൾ എഴുതുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്ന് വെച്ച് സോഷ്യൽ മീഡിയയിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതിൽ നിന്നൊക്കെ കംപ്ലീറ്റ് വേറെ ഏതോ ഒരു പ്ലാനറ്റിൽ ജീവിക്കുന്ന ആളല്ല. ഞാൻ ഒരുപാട് പേരെ കാണാറുണ്ട്, പല പ്രായത്തിൽപ്പെട്ടവരെ കാണാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വായിക്കാറുണ്ട്. ഞാൻ ഇതിലൊന്നും ഇല്ല എങ്കിലും ഇതെന്താണെന്ന് എനിക്കറിയാൻ വയ്യായികയില്ല. ജസ്റ്റ് ദാറ്റ് ഞാനതിൽ ഇൻക്ലൂഡ് ആകാൻ ഇഷ്ടപ്പെടുന്നില്ല, അത്രേ ഉള്ളൂ. നമ്മളൊരു സഞ്ജയുടെ ഒരു കുട്ടിക്കാലത്തേക്ക് അവിടെ നിന്ന് തുടങ്ങാൻ തോന്നും. അപ്പം സിനിമ പശ്ചാത്തലമായൊരു കുടുംബത്തിലാണ് സഞ്ജയുടെ കുട്ടിക്കാലം. അപ്പം ഫാദർ പ്രേംപ്രകാശ് നടനും നിർമ്മാതാവുമാണ്. ഫാദറിൻ്റെ ജ്യേഷ്ഠൻ മലയാളം കണ്ട ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളാണ് ശ്രീ ജോസ് പ്രകാശ്. 2 ഫസ്റ്റ് കസിൻസ്, രാജൻ ജോസ് പ്രകാശ് പ്രൊഡ്യൂസറായിരുന്നു,
ഡെന്നിസ് ജോസഫ്, അഗെയിൻ വൺ ഓഫ് ദ മോസ്റ്റ് സക്സസ്ഫുൾ റൈറ്റേഴ്സ് ആണ്. അപ്പോൾ സിനിമ എപ്പോഴും സഞ്ജയുടെ ഒരു കുട്ടിക്കാലത്തോട് അറ്റാച്ച്ഡ് തന്നെയാണ്. അപ്പം സാധാരണ കുട്ടിക്കാലം, സാധാരണക്കാരായ കുട്ടികളുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ സിനിമ നമുക്കൊരു കൗതുകമുള്ള ഒരു മേഖല എന്നുള്ളതാണ്. അവിടെ നിന്ന് മാറി സഞ്ജയ്ക്ക് സിനിമ കൗതുകമായിരുന്നു, ഓർ ഇറ്റ് വാസ് ജസ്റ്റ് പാർട്ട് ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ചെറുപ്പത്തിലൊക്കെ? തുടക്കത്തിൽ ഓഫ് കോഴ്സ് കൗതുകമായിരുന്നു. കാരണം എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ എൻ്റെ ഫാദർ പ്രൊഡ്യൂസറാണ്. വർഷത്തിലൊരു സിനിമ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് എൻ്റെ ആദ്യം ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കൂടെവിടെ എന്ന് പറയുന്ന സിനിമയാണ്. പത്മരാജൻ സാർ സംവിധാനം ചെയ്തത്. അപ്പോൾ അന്നാണ് ഈ സിനിമയ്ക്കൊരു ഷൂട്ടിംഗ് ഉണ്ടെന്നുള്ളതും ഇതിന് പിന്നിലൊരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളതും ഒരു ടീം ഉണ്ടെന്നുള്ളതും ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന തിരക്കഥ കൂടെവിടെയുടെ തിരക്കഥയാണ്. അതിനുള്ള പ്രായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതെങ്ങനെയാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് ഞാൻ അറിയുന്നത് അപ്പോഴാണ്. അതുവരെ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ആക്ടേഴ്സ് ജസ്റ്റ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ മുതൽ കൂടെവിടെയുടെ ഷൂട്ടിംഗ് ഞങ്ങളുടെ അവധിക്കാലത്തായിരുന്നു ഊട്ടിയിൽ. അപ്പോൾ ആ സമയത്ത് ഒരുപാട് കാലം ആ ഷൂട്ടിംഗ് സെറ്റിൽ ഞങ്ങളുണ്ടായിരുന്നു. അതിൽ കുട്ടികളുടെ കൂട്ടത്തിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ ഞങ്ങൾ അഭിനയിച്ചിരുന്നു. അപ്പോൾ അവിടം തൊട്ടാണ് സിനിമയോട് കൗതുകത്തിനപ്പുറം ഉള്ള ഒരു കാര്യം വരികയും. അപ്പോൾ എൻ്റെ പിന്നെ എല്ലാ വർഷവും സിനിമ എടുക്കുന്നത് കൊണ്ട് എൻ്റെ ഫാദറിൻ്റെ സിനിമയുടെ പല ഷൂട്ടുകളും കോട്ടയത്ത് തന്നെയായിരുന്നു. അപ്പോൾ സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, അഭിനേതാക്കൾ, സംഗീത സംവിധായകർ ഇവരൊക്കെ സ്ഥിരമായി വീട്ടിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇതിനെല്ലാം ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. അടുത്ത റൂമിലിരുന്നായിരിക്കാം, പഠിക്കുകയാണെന്ന് വ്യാജനായിരിക്കാം, ഇതെല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇന്ന് വരെ സിനിമയല്ലാതെ മറ്റെന്തെങ്കിലും ആകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. സാധാരണ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ. സിനിമയല്ലാതെ മറ്റൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ലായിരുന്നു. അതെങ്ങനെ എന്ന് എനിക്കറിയില്ല. എന്ന് വെച്ചാൽ സിനിമയിൽ സംവിധായകനാകണോ, എഴുത്തുകാരനാകണോ, നടനാകാൻ താല്പര്യം ആദ്യം മുതലില്ലായിരുന്നു, നല്ല കഴിവില്ലായിരുന്നു. പക്ഷേ സിനിമയോട് അങ്ങനെ ഈ പറഞ്ഞ ടോക്കുകളിലൂടെയും ഇത് കേട്ടിലൂടെയും നമ്മുടെ ചുറ്റുവട്ടങ്ങൾ, നമ്മുടെ ആംബിയൻസ് എന്ന് പറയുന്ന അതായിരുന്നു. പിന്നെ എൻ്റെ അമ്മ അധ്യാപികയായിരുന്നു. അപ്പോൾ അമ്മയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു തന്നിട്ടിരുന്ന ബുക്സാണ്, പുസ്തകങ്ങളാണ്. അപ്പോൾ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ് സിനിമയും പുസ്തകങ്ങളും എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു അനിവാര്യതയായിരുന്നു എന്ന് തോന്നുന്നു. സിനിമയോട് ഇഷ്ടം തോന്നേണ്ട ഒരു ഇന്നവിറ്റബിലിറ്റി ആയിരുന്നു. അങ്ങനെ വളരെ സ്വാഭാവികമായിട്ടാണ് സിനിമയുടെ ഇഷ്ടം തോന്നിയതും അതൊരു കൗതുകത്തിൽ നിന്ന് പതുക്കെ 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 വളർന്ന് മറ്റൊന്നാകുന്നത്. സിനിമയിൽ അഭിനയിക്കാൻ ഒരിക്കലും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ബാലതാരമായിട്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ട്. അത് എനിക്ക് തോന്നുന്നത് അന്ന് ഏതോ ഒരു കുട്ടി അഭിനയിക്കാൻ വന്ന് കിട്ടാതിരുന്നപ്പോൾ, നിങ്ങളുടെ പ്രൊഡക്ഷൻ. അതെ അതെ, അല്ലാതെ വേറെ ആരെങ്കിലും വിളിക്കും. ഈ ഏതോ ഒരു കുട്ടി ഇല്ലാതിരുന്നപ്പോൾ ജസ്റ്റ് അഭിനയിക്കാൻ വിളിച്ചാണ്. അന്ന് ഒന്ന് ഞാൻ ആ പ്രോസസ്സ് ഒട്ടും എൻജോയ് ചെയ്തില്ല. എനിക്ക് അഭിനയം എന്ന് പറയുന്ന പ്രോസസ്സ് എനിക്ക് എൻജോയ് ചെയ്യാനേ പറ്റിയില്ല. അതൊന്ന്. രണ്ട്, അതിനേക്കാൾ എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് എനിക്ക് തോന്നുന്നു എനിക്ക് 10 or 11 വയസ്സുള്ളപ്പോഴാണ്. ആ സിനിമ അന്ന് ഡബിൾ യൂണിറ്റിൽ വർക്ക് ചെയ്യും. ഫൈറ്റ് വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സീൻ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഏറ്റവും വലിയ സങ്കടം ആ ഫൈറ്റ് ഷൂട്ട് ചെയ്യുന്ന കാണാൻ പോകാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. ആ സമയത്താണല്ലോ ഞാൻ ഇവിടെ നിന്ന് അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അഭിനയിക്കാൻ ഉള്ള കഴിവ് കുറവായിരുന്നു, അത് ഒന്ന്. പക്ഷെ അഭിനയത്തോട് ഒരു കാലത്തും എനിക്ക് താല്പര്യം തോന്നിയിട്ടില്ല. സിനിമയിൽ അഭിനയിക്കണം എന്നൊരു താല്പര്യം തോന്നില്ല. അന്ന് നിർബന്ധിതനായി ഗതികേടുകൊണ്ട് ചെയ്തതാണ്. അപ്പം സിനിമയാണ് തുടക്കം മുതൽ ആഗ്രഹിച്ച ഒരു മേഖല എന്ന് പറഞ്ഞു. സിനിമയുടെ അപ്സ് മാത്രമല്ല സഞ്ജയ് കണ്ടിട്ടുള്ളത്. പിതാവ് ഒരു പ്രൊഡ്യൂസർ ആയിരുന്നുകൊണ്ട് അപ്സ് ഉണ്ടായിരുന്നു, ഡൗൺസ് ഉണ്ടായിരുന്നു, ഇതെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ടും സഞ്ജയ് സിനിമ മതി, അതൊന്നും ഒരിക്കലും സഞ്ജയിൽ ഒരു ഭയം അല്ലെങ്കിൽ ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്സ് ആൻഡ് ഡൗൺസും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹിറ്റ് ആൻഡ് ഫ്ലോപ്പ് എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിനേക്കാൾ അപ്പുറമാണ് സിനിമ എന്ന് പറയുന്ന ക്രിയേഷൻ തരുന്ന സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഒരു സിനിമ ഹിറ്റായി അതുകൊണ്ട് അപ്പായി, ഫ്ലോപ്പായി അതുകൊണ്ട് കുഴപ്പമായി എന്ന് പറയുന്നതിനേക്കാൾ ചെറുപ്പം മുതൽ എഴുതുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അത് ആ പോയിന്റിൽ ഇത് സിനിമയാവുന്നോ ഈ സിനിമയാകാതിരിക്കുന്നോ ഹിറ്റാവുന്നോ ഫ്ലോപ്പാവുന്നോ ഒന്നും അറിയില്ല. ആ പ്രോസസ്സ്, സിനിമ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ എഴുത്തെന്ന് പറയുന്ന പ്രോസസ്സ്, എഴുത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന പ്രോസസ്സ്, ഇത് തരുന്നൊരു എൻജോയ്മെൻറ്റ് ഭയങ്കരമാണ്. ശരിക്കും ആ എൻജോയ്മെൻറ്റിനാണ് ഇപ്പോഴും ഞാൻ സിനിമയിൽ ഏറ്റവും സന്തോഷത്തോടെ നിൽക്കാൻ കാരണം. അപ്സ് ആൻഡ് ഡൗൺസ് ഏതൊരു ജോലിയുടെയും സിനിമയിൽ കുറച്ച് കൂടുതലായിരിക്കാം, പക്ഷെ അതിനേക്കാൾ വലുതാണ് ഇത്. ക്രിയേഷൻ തരുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ആ ക്രിയേഷൻ തരുന്ന ഒരു ചലഞ്ച് ഒക്കെ നമ്മൾ എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ്ങിനെ ഭയങ്കരമായിട്ട് റിഫൈൻ ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഒരു വലിയ കാര്യമാണ്.
സിനിമ എനിക്ക് തരുന്ന ഒരു സന്തോഷം മറ്റൊന്നും എനിക്ക് തരുന്നില്ല. ഇന്നത്തെ സഞ്ജയ് രൂപപ്പെടുത്തിയതിൽ ആ കുട്ടിക്കാലം ഡെഫിനറ്റ്ലി ഉണ്ട്. അല്ലെങ്കിൽ ഈ തീർച്ചയായും. പശ്ചാത്തലം എന്ന് പറയുമ്പോൾ തന്നെ അതിൽ എനിക്ക് തോന്നുന്നു മറ്റൊരു മേജർ റോൾ ഉള്ളത് സഞ്ജയ് പഠിച്ച സ്കൂളിനാണ്. കോർപ്പസ് ക്രിസ്റ്റി ഹൈസ്കൂളായിരുന്നു. മേരി റോയ് ആണത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. മിസ്സസ് റോയെ കുറിച്ച് അരുന്ധതി റോയ് എഴുതി മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകത്തിലൊരു വാചകമുണ്ട്. അത് സഞ്ജയ്ക്ക് വളരെ ആപ്ലിക്കബിൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മൈ മദർ ക്രിയേറ്റഡ് ജനറേഷൻസ് ഓഫ് സ്വീറ്റ് മെൻ ആൻഡ് സെൻഡ് ദം ഔട്ട് ടു ദ വേൾഡ് എന്നാണ് പറയുന്നത്. അതാണ്. ആ കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാം. ഞാൻ കോർപ്പസ് ക്രിസ്റ്റി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് ICSE സിലബസ് ആയിരുന്നു. ഉം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത്, ഇത് ഞാൻ പറയുന്നത് 80കളിലെ കഥയാണ് പറയുന്നത്. അന്നത്തെ കാലത്ത് ഒരു അന്താരാഷ്ട്ര വീക്ഷണം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, ഒരു ഇൻ്റർനാഷണൽ ടേസ്റ്റ്, ഇൻ്റർനാഷണൽ ഈസ്തെറ്റിക്സ് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്കൂളാണത്. അതായത് എനിക്കൊരു നാടകം എഴുതി അവതരിപ്പിക്കണമെങ്കിൽ എനിക്ക് വേണേൽ ചെയ്യാം. ഞാനും എൻ്റെ ഫ്രണ്ട്സും അത് തീരുമാനിച്ചാൽ മിസ്സസ് മേരി റോയോട് ചെന്ന് പറഞ്ഞാൽ ചെയ്തോളൂ എന്ന് പറയും. ഉം. ഒരു ദിവസം അതിനായിട്ട് ഒരു 1 hour വിട്ടു തരികയാണ് ഇതിനായിട്ട്. അത് പ്രസൻറ്റ് ചെയ്ത് സ്കൂൾ മുഴുവൻ അത് കാണാൻ. അങ്ങനെയുള്ളൊരു ഭയങ്കരമായ ഒരു ഇൻ്റർനാഷണൽ ഔട്ട്ലുക്ക് ആ സ്കൂൾ ഭയങ്കരമായിട്ട് എനിക്ക് തന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ എനിക്കുണ്ടായൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ICSE സിലബസ് എനിക്ക് താങ്ങാൻ പറ്റുന്നതിന് മുകളിലായിരുന്നു. എനിക്ക് എൻ്റെ IQ ലെവലിന് പറ്റുന്നതിനേക്കാൾ വളരെ മുകളിലായിരുന്നു അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 7ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ ഞാൻ ഭയങ്കര വീക്കാകാൻ തുടങ്ങി പഠിത്തത്തിൽ. അങ്ങനെ മിസ്സസ് മേരി റോയ് തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു, ചിലപ്പോൾ ഒരു സ്റ്റേറ്റ് സിലബസിലേക്ക് മാറുന്നതായിരിക്കും നല്ലത്, ഇത് താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടുന്ന് ഞാനൊരു 8, 9, 10 പഠിക്കുന്നത് കോട്ടയത്ത് തന്നെയുള്ള MD സെമിനാരി എന്ന് പറഞ്ഞൊരു സ്കൂളുണ്ട്. അവിടെയാണ്. അത് മറ്റൊരു ലോകമാണ്. അവിടെ എന്ന് പറയുന്നത് ഇത് ഒരു അന്താരാഷ്ട്ര വീക്ഷണം തരുമ്പോൾ മറ്റത് അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് തരുന്നത്. എന്താ നമ്മൾ പറയുക, നമ്മൾ ഈ ഏറ്റവും കോർപ്പസ് ക്രിസ്റ്റിയിൽ എൻ്റെ തൊട്ടടുത്തിരുന്നത് ഒരുപക്ഷെ കോട്ടയത്തെ ഏറ്റവും വലിയ ധനികനായിരുന്നെങ്കിൽ, ലിറ്ററലി MD സെമിനാരിയിൽ എൻ്റെ തൊട്ടടുത്തിരുന്നത് മുനിസിപ്പാലിറ്റി സ്വീപ്പറിൻ്റെ മകനാണ്. എനിക്കിത് രണ്ടും പ്രിയപ്പെട്ടതാണ്. അതായത് ഇതിലൊന്നിൽ മാത്രമായിരുന്നെങ്കിൽ എനിക്ക് മറ്റത് കിട്ടില്ലായിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യങ്ങൾ ഈ 2 സ്കൂളുകളുമാണ്. എനിക്ക് ആ ഒരു കോൺട്രാസ്റ്റ് ഭയങ്കരമായിട്ട് ഇപ്പോൾ പോലും എഴുത്തിൽ അതെന്നെ സഹായിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ 11th 12th ചെയ്യുന്നത് തിരിച്ച് കോർപ്പസ് ക്രിസ്റ്റിയിൽ തന്നെയാണ്. അതിനുശേഷം ഞാൻ കോളേജ് ചെയ്യുന്നത് CMS കോളേജിലാണ്. വീണ്ടും ഒരു രസകരമായിട്ടുള്ള വേറൊരു തരത്തിലുള്ളത്. ഈ ഒരു കോൺട്രാസ്റ്റ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇപ്പം സഞ്ജയ് സ്കൂളുകളെ കുറിച്ച് പറഞ്ഞു. ഇപ്പം കോർപ്പസ് ക്രിസ്റ്റി, MD സെമിനാരി സ്കൂള്, സഞ്ജയുടെ ലൈഫിൽ ഇതെല്ലാം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സ്ഥലങ്ങളാണ്. പക്ഷെ ഐറോണിക്കലി നിങ്ങളുടെ സിനിമകളിൽ സ്കൂള് പലപ്പോഴും ഭയങ്കര സ്ട്രിക്റ്റായ അല്ലെങ്കിൽ കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡിൽ വന്നിട്ടുള്ള സ്ഥലങ്ങളായിട്ടൊരു ഒബ്സർവേഷൻ എനിക്ക് കണ്ടത്. ഇപ്പം നോട്ട്ബുക്കിലെടുത്താലും സ്കൂൾ ബസ്സിലെടുത്താലും ഒക്കെ സ്കൂൾ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻ്റ് ഒക്കെ. പക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നേരെ തിരിച്ചുമാണ്. ഈ നമ്മൾ ഇപ്പോൾ ചിന്തിക്കുമ്പോഴാണ് ആ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് മധുരമായി തോന്നുന്നത്. ആ സമയത്ത് ചില കാര്യങ്ങൾ നമ്മളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് തോന്നുന്നു കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കുട്ടികളെ കാണാൻ പറ്റുന്ന ടീച്ചേഴ്സ് ഇല്ലായ്മ നമുക്കൊരു പ്രോബ്ലമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം നിയമങ്ങളിൽ കൂടുതൽ വിശ്വസിക്കുന്ന ടീച്ചേഴ്സ്, അതാണ് ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ സെർവ് ചെയ്യുകയാണ് എന്ന് ചിന്തിക്കുന്ന ടീച്ചേഴ്സിൻ്റെ അഭാവം, അതിനെയാണ് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈം ഇസ് ഹേർട്ടിങ് എ ചൈൽഡ്സ് സോൾ. ഒരു കുട്ടിയെ ഹേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ക്രൈം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഞങ്ങൾ ഈ സ്കൂളുകളിലൂടെ അഡ്രസ്സ് ചെയ്യേണ്ടത്. ഒരു കുട്ടിയുടെ ലോകത്തെ ആ കുട്ടിയിലൂടെ കാണാൻ ശ്രമിക്കാത്തതാണ് അധ്യാപനത്തിൻ്റെ പരാജയം എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, ചില അതിഥികൾ സ്കൂളിൽ പോയി പ്രസംഗിക്കുമല്ലോ, ശരിക്കും അവർ പ്രസംഗിക്കേണ്ട കുട്ടികളോടല്ല, ആ സ്കൂളിലെ ടീച്ചേഴ്സിനോടാണ്. ഒരു കുട്ടിയെ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നുണ്ടോ? കുട്ടിയെ വഴക്ക് പറയരുതെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു കുട്ടിയുടെ ഏകാന്തത നിങ്ങൾ കാണാതെ പോകുന്നുണ്ടോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിരുന്നത്. സഞ്ജയ് സിനിമയിൽ വരാൻ തീരുമാനിക്കുന്നു. അപ്പോഴും സഞ്ജയ് നേരത്തെ പറഞ്ഞല്ലോ എന്താണ് സിനിമയിൽ എന്ന് തീരുമാനിച്ചിട്ടില്ല. സഞ്ജയ് തുടങ്ങുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ്. പിന്നീട് ഏതൊരു പോയിന്റിലാണ് തിരക്കഥ എഴുതാം എന്ന് സഞ്ജയ് തീരുമാനിക്കുന്നത്? ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരുന്നതിന് മുൻപ് തന്നെ എനിക്ക് തിരക്കഥ എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം, എൻ്റെ PG MA ഒക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മളുടെ ഒരു തിരക്കഥ എഴുതുന്നു, വീട്ടിൽ തന്നെ നിർമ്മാതാവുണ്ട്,
അദ്ദേഹം നമ്മളെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, എത്രയോ തിരക്കഥകൾ റിജക്റ്റ് ചെയ്യപ്പെട്ടു. റിജക്റ്റ് ചെയ്യപ്പെട്ടു. എൻ്റെ ഫാദർ തന്നെ. അപ്പോൾ അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെട്ടാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു എളുപ്പവഴിയുള്ള പരിപാടിയല്ല. ആ സമയത്ത് എനിക്ക് ഡെന്നിസ് ജോസഫ്, എൻ്റെ കസിനില്ല, ഡെന്നിസ് ചേട്ട എന്നെ വിളിച്ച് പറഞ്ഞു, എടാ നിനക്ക് ഒരു സിനിമ എഴുതാനുള്ളൊരു ഇത് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുകയാണ്. ആ സിനിമ ഞാൻ ഏറ്റെടുത്തു എന്നുള്ള പറയുന്നത് തന്നെ എൻ്റെ ഒരു മണ്ടത്തരമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം 19-20 വയസ്സുള്ളപ്പോൾ ഒരു തിരക്കഥ എഴുതാൻ തീരുമാനിക്കുകയാണ്. ആ സിനിമ സ്വാഭാവികമായും നടന്നില്ല. പക്ഷെ അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളിൽ എനിക്ക് എഴുത്തിനോടുള്ള ഇഷ്ടം ഭയങ്കരമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, സിനിമയിൽ ഏത് ഫീൽഡിലും, എഴുത്തായിക്കോട്ടെ, സിനിമയായിട്ട് ബന്ധപ്പെട്ട എന്തും ആയിക്കോട്ടെ, ഈവൻ റിവ്യൂ പോലും ആയിക്കോട്ടെ, സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. കാരണം സിനിമയുടെ എല്ലാ മേഖലയും നമുക്ക് അറിയാൻ പറ്റണം. പ്രത്യേകിച്ചും എഴുത്തുകാരനാണെങ്കിൽ ആ എഴുത്ത് നമ്മൾ പേപ്പറിലും പേനയും മാത്രം പോരാ. ഇതിൻ്റെ തുടക്കം മുതൽ, പ്രീ പ്രൊഡക്ഷൻ മുതൽ, സോങ് കോമ്പസിഷൻ മുതൽ, സിനിമ ഷൂട്ട് മുതൽ, അല്ലെങ്കിൽ എഡിറ്റ്, റീ റെക്കോർഡിങ്, ഇതെല്ലാം അതിൻ്റെ ഏറ്റവും ഡെപ്തിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. എനിക്കത് അറിയാൻ വേണ്ടി കൂടിയാണ് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയത്. എന്താണ് ഒരു സിനിമ, എങ്ങനെയാണ് ഒരു സിനിമ ഉണ്ടാക്കപ്പെടുന്നത്. കാരണം അതുവരെ ഞാൻ പ്രൊഡ്യൂസറിൻ്റെ മകനായിട്ടാണ് ലൊക്കേഷനിൽ നിന്നിട്ടുള്ളത്. അപ്പം നമുക്കിതെല്ലാം കിട്ടില്ല. അസിസ്റ്റന്റ് ഡയറക്ടറായി കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പോലും ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം അതാണ്, ഫിലിം മേക്കിങ്ങിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. ശരിക്കും തിരക്കഥ എഴുത്തിനെ പറ്റി പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഇപ്പം എന്നെ അട്രാക്ട് ചെയ്യുന്ന ഫിലിം മേക്കിങ്ങിനെ പറ്റി പഠിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ച് ഞാൻ നാളെ ഒരു സിനിമ ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അത് തരുന്നൊരു എൻജോയ്മെൻറ്റ് ഭയങ്കരമാണ്. സിനിമ സംവിധാനം ചെയ്യാതിരിക്കുകയോ, പക്ഷെ ഫിലിം മേക്കിംഗ് തരുന്ന, അതിനെപ്പറ്റിയുള്ള പഠനം തരുന്ന എൻജോയ്മെൻറ്റ് വളരെ വലുതാണ്. സിനിമയിൽ തന്നെയുള്ളവർ ചെറുപ്പം മുതൽ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നവരാന്ന് പറഞ്ഞാൽ 2 പേരുടെ ഒരു ഇത് ഞാൻ പ്രത്യേകം എടുത്ത് ചോദിക്കണം എന്ന് ആഗ്രഹമുള്ളത്. ഒന്ന് പി പത്മരാജനാണ്. അതുപോലെ തന്നെ പി പത്മരാജൻ നിങ്ങളുടെ വളരെ അടുത്തൊരു കുടുംബ സുഹൃത്തായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റ്ലി ഡെന്നിസ് ജോസഫ്. ഞാൻ വിശ്വസിക്കുന്ന മലയാളം കണ്ട ഏറ്റവും സക്സസ്ഫുൾ കൊമേഴ്ഷ്യൽ റൈറ്റർ എന്ന് പറയുന്നത് ഡെന്നിസ് ജോസഫ് ആണെന്നുള്ളതാണ്. ഇവരുടെ 2 പേരുടെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം നിങ്ങളുടെ കരിയറിലും ലൈഫിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്? പത്മനാഭൻ സാറ്, ഞങ്ങൾ പപ്പനങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പം എൻ്റെ ഫാദറിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. വീട്ടിൽ വരിക, അവിടെ പോവൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ. എൻ്റെ ഫാദർ 3 സിനിമയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥയുടെ സ്ക്രിപ്റ്റിങ്ങിൽ കൂടെയാണ് ഈ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. സീനുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ബൈ സീനുകൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു, ഇത് ഞാൻ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും അദ്ദേഹത്തിലൂടെയാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പഠനം, അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിപ്പം അറിയാവുന്ന പ്രായത്തിലായിരുന്നില്ല ഞങ്ങൾ. അദ്ദേഹം എൻ്റെ ഫാദറിൻ്റെ ഒരു സുഹൃത്തായിരുന്നു, ഒരു സംവിധായകനായിരുന്നു. അദ്ദേഹം പോയതിന് ശേഷമാണ് നമ്മളത് അറിയുന്നത്. അപ്പം ഈ തിരക്കഥകളിലൊക്കെ അദ്ദേഹം ഒരു സീനിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഡയലോഗ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ, അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻസും കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്, ഒരു സീൻ നമ്മൾ എഴുതുമ്പോൾ ഒരു സീൻ എന്ന് പറയുന്ന ഡയലോഗുകളല്ല, ഓരോ ഈച്ച് ആൻഡ് എവ്രിതിങ് ഡിസ്ക്രൈബ് ചെയ്യുക, അതിൽ വേണ്ടത് സംവിധായകൻ എടുക്കാം എന്ന് പറയുന്നത് പോലെയുള്ളൊരു പഠനമാണ് അദ്ദേഹത്തിലൂടെ കിട്ടിയത്. ഡെന്നിസ് ജോസഫ് എന്ന് പറയുന്നത് ഡെന്നിസ് ചേട്ടാ, അദ്ദേഹം ഞങ്ങളുടെ കസിനായിരുന്നു, ഞങ്ങളെക്കാൾ പ്രായം കൂടിയ ആളായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. അപ്പോൾ ഡെന്നിസ് ചേട്ടായിട്ടുള്ള സംഭാഷണങ്ങൾ കൂടുതലും കൂടുതലും തമാശകൾ അല്ലെങ്കിൽ സിനിമയെ പറ്റിയുള്ള ട്രിവ്യ ഞങ്ങൾ അദ്ദേഹത്തിൽ നിന്നാണ് കുറേ അറിഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ഈ പറയുന്ന എഴുതുന്നത് എങ്ങനെയാണ്, ആ രീതികളാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് ആദ്യം ഓഫർ തരുന്നത് ഡെന്നിസ് ചേട്ടാണ് ഒരു സിനിമ എഴുതാൻ. അപ്പോൾ അന്ന് ആ സിനിമ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡെന്നിസ് ചേട്ടായിട്ട് ഞങ്ങൾ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷൻസിൻ്റെ ഭാഗമായി ഞങ്ങൾ അവിടെ സ്ഥിരം പോവുകയും അപ്പോഴാണ് ഈ തിരക്കഥ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു സീൻ ഡിവൈഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ രീതികൾ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ കൗതുകകരമായ ഒരു കാര്യം പറഞ്ഞാൽ, ശരിക്കും ബോബി ഇല്ലെന്ന്, ഞാൻ ആദ്യം സിനിമയിൽ എഴുതുന്ന ഡയലോഗ് എന്ന് പറയുന്നത് ഹൈവേ എന്ന് പറഞ്ഞൊരു സിനിമ. ഹൈവേ എന്ന് പറഞ്ഞൊരു ഫിലിം എൻ്റെ ഫാദറാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ജയരാജ് സാറാണ് എൻ്റെ ഡയറക്ടർ. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ റൈറ്റർ സാബ് ജോൺ ആണ്. അപ്പോൾ അത്യാവശ്യമായിട്ടൊരു സീനിൽ എന്തോ ഒരു തിരുത്തോ അങ്ങനെ എന്തോ വേണ്ടി വന്നപ്പോൾ, അന്ന് മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് സാബ് ജോണുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ തൊട്ടടുത്ത് ഡെന്നിസ് ചേട്ടൻ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആ സീനുമായിട്ട് ജയരാജ് സാറിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. അപ്പോൾ ഇത് കേട്ടെഴുതാൻ ഞാനും കൂടെ പോകുന്നുണ്ട്, ഈ ഡയലോഗുകൾ കേട്ടെഴുതാൻ.
അപ്പോൾ ഇവർ തമ്മിൽ ഡിസ്കസ് ചെയ്യും, ഞാൻ കേട്ടെഴുതും. അപ്പോൾ കേട്ടെഴുതി ഈ സീൻ അവരെഴുതി അത് കോപ്പി എടുക്കണം. അന്ന് വൈകിട്ട് ഞാനാണ് കോപ്പി എടുക്കുന്നത്. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇവർ വിൻ്റർ ഗ്രീനിൽ, ഞാൻ ഓർക്കുന്നുണ്ട്, സുരേഷ് ഏട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ സീനാണ്. സംസാരിച്ച് ഇവർ വിൻ്റർ ഗ്രീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് വിൻ്റർ ഗ്രീനിലേക്ക് പോകാം, അങ്ങനെ എന്തോ മറ്റാണ്. ഞാൻ ആരും അറിയാതെ ഒരു ഡയലോഗ് എഴുതിച്ചേർത്തു, ഐ തിങ്ക് വിൻ്റർ ഗ്രീൻ ഇസ് ഗോയിങ് ടു ബി ഗ്രേറ്റ് ഫൺ. അത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല ഞാൻ എഴുതിയാന്ന്. അപ്പോൾ സിനിമയിൽ ആദ്യം വന്ന ഡയലോഗ് അതാണ്, ഹൈവേയിലെ ഡയലോഗാണ്. സഞ്ജയ് സിനിമ ചൂസ് ചെയ്യുന്നു, സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്നു. അങ്ങനെ സഞ്ജയുടെ മനസ്സിൽ എന്നും സിനിമ തന്നെയായിരുന്നു. എവിടെയാണ് ബോബി ഈ പിക്ചറിലേക്ക് വരുന്നത്? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലൊരു പാർട്ട്ണർഷിപ്പിൽ എഴുതാമെന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ വരുന്നത്? ഞങ്ങളുടെ ബാല്യം ഒന്ന് തന്നെയായിരുന്നല്ലോ. ഈ പറഞ്ഞ ഈ കൂടെവിടയുടെ കഥ ഞാൻ പറയുമ്പോഴും, ഞാൻ ഈ പറയുന്ന ഷൂട്ടിങ്ങിന് പോയതും ആൾക്കാർ വീട്ടിൽ വന്നുകൊണ്ടിരുന്നതും, അപ്പോഴൊക്കെ ബോബിയുടെ പ്രസൻസ് ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ബോബി ഇപ്പോൾ ഡോക്ടറാണെങ്കിലും സിനിമയോട് ഭയങ്കരമായ ഒരു ഇഷ്ടവും ആവേശമുള്ള ഒരാളാണ്. ഹി ജസ്റ്റ് ഹാപ്പൻ ടു ബി എ ഡോക്ടർ എന്ന് വെച്ച് സിനിമയോടുള്ള പാഷൻ കുറവാണെന്നോ ഒന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വളരെ സിനിമയെപ്പറ്റി എപ്പോഴും അന്യോന്യം സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതൊരു ഡ്യുവോ ആയിട്ട് ചെയ്യണമെന്നുള്ളത് വളരെ ഓർഗാനിക്കായിട്ട് വന്നൊരു തീരുമാനമാണ്. ഒരുമിച്ച് തന്നെ ചെയ്യാമെന്നുള്ളത് ഓർഗാനിക്കായിട്ട് വന്ന തീരുമാനമാണ്. അതായത് ഒരാളെ ചൂസ് ചെയ്യായിരുന്നില്ല. അപ്പോൾ വളരെ നമുക്ക് ഒരുമിച്ച്, കാരണം ഐഡിയാസ് അന്യോന്യം ഷെയർ ചെയ്യുന്നു, ചിന്തകൾ അന്യോന്യം ഷെയർ ചെയ്യുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യക്തിത്വങ്ങളാണ്, ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇൻഡിവിജ്വൽസാണ്. ബോബിയുടെ ശരികൾ എൻ്റെ ശരികളായിരിക്കണമെന്നില്ല, എൻ്റെ നേരെ തിരിച്ചു. പക്ഷേ ആ കോൺട്രാസ്റ്റ് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് സിനിമ എഴുതാൻ കാരണം ഞങ്ങൾ ഒരേപോലെ ചിന്തിക്കുന്നവരാണെങ്കിൽ ഞങ്ങൾ ഒരാൾ എഴുതിയാൽ മതി. മറ്റേയാളെ തിരുത്താനും അല്ലെങ്കിൽ മറ്റേയാളെ സഹായിക്കാനും ചില ശരികളിൽ ഒരുമിച്ചെത്താനുമാണ് ഈ ഒരുമിച്ചുള്ള എഴുത്ത് ഞങ്ങളെ സഹായിക്കുന്നത്. ഒരു സക്സസ്ഫുൾ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് സിനിമ എഴുതുമ്പോഴല്ല, റിയൽ ലൈഫിൽ പോലും പാർട്ട്നേഴ്സ് സക്സസ്ഫുൾ ആവുന്ന അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഒരു കോംപ്ലിമെന്റിങ് പ്രോസസ്സ് എങ്ങനെയാണ്? അതായത് ഇപ്പം സഞ്ജയ് നന്നായി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും, ബോബി നന്നായി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ, അത് ഒരുമിച്ച് വരുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? അല്ല, അങ്ങനെയില്ല. അതായത് അദ്ദേഹത്തിന്റെ സ്ട്രോങ് പോയിന്റ്സ്, എൻ്റെ സ്ട്രോങ് പോയിന്റ്സ് അങ്ങനെയില്ല. ഈ പറയുന്ന ഒരു കഥയെ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ കഥയിൽ രണ്ടുപേരും ഇൻവോൾവ് ആകുകയാണ്. ചിലപ്പോൾ ഒരു ക്യാരക്ടറൈസേഷൻ ആയിരിക്കും, ഒരു പുതിയ ക്യാരക്ടറെ കൊണ്ടുവരുന്നതായിരിക്കും. ഇതൊക്കെ അങ്ങനെ സ്ട്രോങ് പോയിന്റ്സ് ഇങ്ങനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടുപേരും ഒരുമിച്ചൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളതേ പറയാൻ പറ്റുന്നുള്ളൂ. നമുക്കൊരു റാൻഡം ഒരു ക്രിയേറ്റീവ് പാർട്ട്ണർ ഉണ്ട്. ഐ മീൻ റാൻഡം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു പുറത്തു നിന്ന് ഒരു ക്രിയേറ്റീവ് പാർട്ട്ണർ ഉള്ളതും നേരെ മറിച്ച് നമ്മുടെ വീട്ടിൽ ഒരു ക്രിയേറ്റീവ് പാർട്ട്ണർ ആവുന്നതും തമ്മിൽ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഐ മീൻ അതിൽ കുറച്ചും കൂടെ എളുപ്പവും ഐ മീൻ ബോത്ത് ബെയിൻ ആൻഡ് ബൂൺ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മറ്റേത് നമ്മൾ എഴുതാൻ വേണ്ടി ഒരുമിച്ച് വരുന്നു, നമ്മുടെ കാര്യങ്ങൾ ഒരുമിച്ച് ഒരേപോലെ ചിന്തിക്കുന്നു എന്നൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ വീണ്ടും ഒരു രക്തബന്ധത്തിന്റെ ഒരു സംഭവം കൂടെ ഉണ്ട്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നൊക്കെ പറയുന്ന പോലെ എവിടെയെങ്കിലും ഇതൊരു ബുദ്ധിമുട്ടിലേക്കോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ? പുറത്തുനിന്ന് ഒരാളുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് എങ്ങനെയായിരിക്കും എന്നറിയാൻ ഉള്ള ഒരു അനുഭവം എനിക്കില്ല. പക്ഷേ ഈ പറയുന്ന സ്വന്തം വീട്ടിൽ തന്നെ ആകുമ്പോഴുള്ള ഒരു ഗുണം അതാണ്, ചില കോമൺ പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് മറ്റേയാൾ പറയുന്നത് വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യമുള്ളത്, നമ്മൾ സിനിമ മാത്രമല്ലല്ലോ സംസാരിക്കുന്നത്. ബ്രദേഴ്സ് ആകുമ്പോൾ സിനിമ മാത്രമല്ല വിഷയം. സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ സിനിമ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രം സംസാരിക്കുന്ന വിഷയമാണ്. അതല്ലാതെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ ലൈഫിൻ്റെ ചില മേഖലകളും ഞങ്ങളുടെ ഡിസ്കഷനിൽ അറിയാതെ വരും, ബൈ ഡീഫോൾട്ട് വരും. അപ്പോൾ അതൊരു പ്രൊഫഷണൽ എന്നതിനേക്കാൾ അത്തരം കാര്യങ്ങൾ ബൈ ഡീഫോൾട്ട് വരുന്നത് കൊണ്ട് അത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത്. പുറത്തുനിന്നൊരു പാർട്ട്ണറുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പരിചയം എഴുത്തിലില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾ ആസ് എ ഡ്യൂവോയും ഒക്കെ പാർട്ട്ണർഷിപ്പുകളിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആളുകളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ചെയ്ത 15 സിനിമകൾ എടുത്തു നോക്കിയാൽ അതിൽ 7 ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരാളാണ്, റോഷനാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇപ്പം റീസെൻ്റ്ലി നോക്കിയാൽ മനുവായിട്ട് ബാക്ക് ടു ബാക്ക് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇത്തരം പാർട്ട്ണർഷിപ്പുകളിൽ ബിലീവ് ചെയ്യുന്ന ഒരു രീതി നിങ്ങളുടെ ക്രിയേറ്റീവ് പ്രോസസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഉണ്ട്. കാരണം ഒരു സെയിം പേജിലാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മേക്കറും റൈറ്ററും സെയിം പേജിലാവുക, അല്ലെങ്കിൽ ഒരു രീതിയിൽ എങ്കിലും എവിടെയെങ്കിലും ഒരു സെയിം ഫിലോസഫി സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. സിനിമയോടുള്ള ഔട്ട്ലുക്ക് സെയിം ആയിരിക്കുക. ഇത്തരം ചില കാര്യങ്ങളുണ്ടെങ്കിലേ ഒരു പാർട്ട്ണർഷിപ്പിന് ഒരു പരിധിയിൽ കൂടുതൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ
നമ്മുടെ ഔട്ട്ലുക്ക് ഓഫ് സിനിമ ഡിഫറെൻ്റ് ആണ് എങ്കിൽ തന്നെ ഒരു ഡയറക്ടറും റൈറ്ററും ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പ് ചിലപ്പോൾ ഒരു സിനിമയിൽ തീർന്നു പോകും. അപ്പോൾ റോഷനും ഞങ്ങളും സിനിമയെ കാണുന്നത് ഒരുപോലെ തന്നെയാണ്. സിനിമയിൽ നിന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. സെയിം വിത്ത് മനു. ഉം. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഡയറക്ടർ ഞങ്ങളുടെ ലൈഫിലേക്ക് വരിക, ഒരു ഡയറക്ടർ ഞങ്ങളുടെ സിനിമയിലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഒരിക്കലും എന്നാൽ നമുക്കൊരു സിനിമ ചെയ്യാം എന്ന് പറഞ്ഞ് വന്ന് നമ്മൾ സിനിമ ചെയ്യുന്ന ആൾക്കാരല്ല. ഉം. ഞങ്ങൾ അന്യോന്യം എല്ലാം അറിയാവുന്ന, അല്ലെങ്കിൽ ഒരു സുഹൃത്തുക്കളായിരിക്കണം. ഒരു സൗഹൃദം ഞങ്ങൾക്കിടയിൽ വല്ലാതെ ഉണ്ടാവണം. അത് മനുവായിട്ടുണ്ട്, റോഷനുമായിട്ടുണ്ട്. ഞങ്ങൾ സിനിമ ഇപ്പോൾ രാജേഷും, ട്രാഫിക് ചെയ്ത രാജേഷുമായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സിനിമ ചെയ്ത എല്ലാവരുമായിട്ടും തന്നെയുണ്ട്. പലപ്പോഴും ആ സൗഹൃദത്തിൽ നിന്നാണ് ചില കഥകൾ ഉരുത്തിരിയുന്നതും ഒക്കെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചില കഥകൾ പറയുമ്പോൾ ശരിക്കും ഞങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നൊരു വെറും ഒരു എലമെൻ്റാണ്. ഞങ്ങളുടെ കൂടെ സിനിമ ചെയ്ത സംവിധായകരോട് ഞങ്ങളൊരു എലമെൻറ്റ് പറയുമ്പോൾ തന്നെ അവർ ഏകദേശം ആ സിനിമ മുഴുവൻ കാണും. അതേസമയം ഒരു പക്ഷേ ഞങ്ങളുമായിട്ട് പരിചയമില്ലാത്ത ഒരു ഡയറക്ടർ എലമെൻറ്റ് കേൾക്കുമ്പോൾ ഇതെന്തായി തീരും എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഈസിയാണ് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ചിപ്പോൾ ബേബി ഗേൾ ചെയ്ത അരുൺ വർമ്മയായിട്ടാണ്, വളരെ പുതിയൊരു ഡയറക്ടർ എന്ന് വെച്ചാൽ ഡയറക്ടറായിട്ടാണ് ചെയ്തത്. വൺ ചെയ്തത് സന്തോഷ് വിശ്വനാഥുമായിട്ടാണ്. അങ്ങനെയുള്ള പാർട്ട്ണർഷിപ്പുകളും ഉണ്ടാവാറുണ്ട്. ഈ റിപ്പീറ്റ് ചെയ്യുന്ന പാർട്ട്ണർഷിപ്സിന് ഈ ഒരു പ്രത്യേകതയുണ്ട്. ഈ രാജേഷിനെ കുറിച്ച് പരാമർശിച്ചത് വന്നതുകൊണ്ട് നിങ്ങൾ രാജേഷുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഇതിലൊരു ഭയങ്കര രസമുള്ളൊരു കൗതുകം എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ 2 സക്സസ്ഫുൾ സിനിമകൾ ചെയ്തിട്ട് നിൽക്കുന്ന സമയമാണ്. എൻ്റെ വീട് അപ്പൂൻ്റെയും കഴിഞ്ഞു, നോട്ട്ബുക്കും കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. രാജേഷ് പിള്ള നേരെ മറിച്ച് നിങ്ങളുടെ ഫസ്റ്റ് ഫിലിം ഒരു ഡിസാസ്റ്ററായി കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. മലയാള സിനിമയുടെ ഒരു നടപ്പ് രീതി വെച്ചിട്ട് അങ്ങനെ ഒരാൾക്ക് വീണ്ടും ഒരു സിനിമ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്, കൊമേഴ്ഷ്യൽ മാർക്കറ്റ് ഡൈനാമിക്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ നിങ്ങളുടെ 3ാമത്തെ സ്ക്രിപ്റ്റിന് കൈ കൊടുക്കാൻ തീരുമാനിക്കുന്നത് രാജേഷ് പിള്ളയായിട്ടാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു രാജേഷിൻ്റെ ഫെയിലിയർ, അതിനു മുമ്പുണ്ടായിരുന്ന ഫെയിലിയർ ഒന്നും എങ്ങനെയാണ് നിങ്ങൾ രാജേഷുമായിട്ട് കൈ കൊടുക്കാൻ തീരുമാനിക്കുന്നത് ആ ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ഈ പെട്ടെന്നൊരു ദിവസം എടുക്കുന്ന തീരുമാനമല്ല അത്. രാജേഷ്, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ രാജേഷ് ഞങ്ങളുടെ അയൽപ്പക്കമായിരുന്നു. അങ്ങനെ ബൈ ചാൻസ് പരിചയപ്പെട്ട ഒരു ഫ്രണ്ടായിരുന്നു രാജേഷ്. പിന്നെ ആദ്യം അതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടാണ് വളരുന്നത്. ഞങ്ങൾ സിനിമ ചെയ്യാൻ തീരുമാനിച്ച് ഫ്രണ്ട്സായവരല്ല. ഒരുപാട് സംസാരിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യമാണ്, രാജേഷിൽ ഈ പറഞ്ഞ ഒരു സിനിമയുടെ പരാജയം കൊണ്ട് ജഡ്ജ് ചെയ്യാവുന്ന ഒരാളല്ല ഉള്ളത്. അതിപ്പോൾ എന്ന് വെച്ച് ഒരാൾക്കൊരു പരാജയം ഉണ്ടായി എന്ന് വെച്ച് അയാളെ ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും വളരെ അൺഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്. അയാളുടെ ഔട്ട്ലുക്കാണ് പ്രത്യേകത. ഒരു സിനിമ പരാജയമാകാൻ 1000 കാര്യങ്ങളുണ്ട്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ചില സിനിമകൾ നമുക്ക് തെറ്റിപ്പോവും സെലക്ഷൻ. ചില സിനിമകൾ നമ്മൾ എഴുതുന്ന സമയത്ത് നമുക്ക് ശരിയായില്ല. നമ്മൾ ശരിയാന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ തിയേറ്ററിൽ വരുമ്പോൾ ശരിയാവണമെന്നില്ല. രാജേഷിനെ സംബന്ധിച്ച് രാജേഷിൻ്റെ ഒരു പഠനം ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹൃദയത്തിൽ സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തതിന് ശേഷം അദ്ദേഹം ഒരുപാട് സിനിമകൾ കാണുകയും പഠിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ കൺമുമ്പിൽ കൂടെ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൗഹൃദത്തിനിടയ്ക്കാണ് എന്നാ ഒരു സിനിമ ഒരുമിച്ച് ചെയ്താലോ എന്നുള്ളത് വരുന്നത്. അവിടെ രാജേഷ് മുൻപ് ചെയ്ത സിനിമയുടെ പരാജയം ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല. കാരണം അതിനേക്കാൾ ഞങ്ങൾ കണ്ടത് രാജേഷിൻ്റെ ഈ പഠനവും പുതിയൊരു സിനിമയിലേക്കുള്ള രാജേഷിൻ്റെ യാത്ര ചെയ്യാനുള്ള ഒരു മനസ്സുമാണ്. ഇപ്പം സിനിമ ഒരു സക്സസ്ഫുൾ ആവുന്നതിന് അല്ലെങ്കിൽ പരാജയപ്പെടുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് സഞ്ജയ് പറയുമ്പോൾ പോലും ഞാൻ സഞ്ജയിലും ബോബിയിലും കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത, നിങ്ങളുടെ പരാജയങ്ങളെ ഓൺ ചെയ്യുന്നവരാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ജസ്റ്റിഫൈ ചെയ്യാം നമ്മുടെ പരാജയങ്ങളെ, അല്ലെങ്കിൽ നമുക്ക് വേറെ ഇഷ്ടംപോലെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്, ഏതെങ്കിലും വർക്ക് ആവാത്തതുകൊണ്ടാണെന്നൊക്കെ പറയാം. പക്ഷെ ഇപ്പം കാസനോവ പോലെ ഒരു സിനിമയ്ക്ക് സംഭവിച്ച പരാജയം, ഇത് തിരക്കഥാകൃത്തുക്കൾ എന്ന രീതിയിൽ ഇത് പൂർണ്ണമായും ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞ് ഫെയിലിയറിനെ എംബ്രേസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ ഫെയിലിയറിനെ എംബ്രേസ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. ഒരു പക്ഷേ ചില തിരിച്ചറിവുകൾ ഉണ്ടായിട്ടുണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്ന് വെച്ചപ്പോൾ കാസനോവ എന്ന് പറയുന്ന സിനിമയുടെ പരാജയം അത് ഞങ്ങൾക്ക് ഒരുപാട് തിരിച്ചറിവുകൾ തന്നിട്ടുണ്ട്. ചില സിനിമകളുടെ പരാജയം അത് തിരിച്ചറിവുകളേക്കാൾ കൂടുതൽ ആ സിനിമ ഞങ്ങൾക്ക് ചെയ്തേ പറ്റുള്ളായിരുന്നു എന്ന് പറയുന്ന സിനിമകളുണ്ട്. ഒരു സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടത് കൊണ്ട് മാത്രം അത് ഞങ്ങൾക്ക് തിരിച്ചറിവ് തരികയോ അല്ലെങ്കിൽ അത് ഞങ്ങളെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. തിയേറ്ററിൽ അതിൽ ചില കാരണങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു സിനിമ എത്രത്തോളം നമ്മൾ ആ സിനിമ എഴുതാൻ പറ്റാതിരിക്കുമ്പോൾ മാത്രമേ ആ സിനിമ എഴുതാവൂ എന്ന് പറയുന്നൊരു കാര്യമാണ് കാസനോവ പഠിപ്പിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്
ഈ കാസനോവയുടെ കാര്യത്തിൽ. ഉം. മറ്റ് സിനിമകളിലേക്ക് വരുമ്പോൾ തിയേറ്ററിലെ പരാജയം എനിക്ക് തോന്നുന്നത് അത് ജനറലി തിയേറ്ററിൽ ഒരു സിനിമ പരാജയപ്പെടാനുള്ള പ്രധാന കാരണം അതിൻ്റെ കഥയും തിരക്കഥയും എൻഗേജിങ് ആകാത്തപ്പോഴോ ആൾക്കാരിലേക്ക് എത്താത്തപ്പോഴോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ അവരിലേക്ക് എത്താത്തപ്പോഴാണ്. ഉം. അവിടെ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ അതിൻ്റെ ആദ്യ കുറ്റവാളി തിരക്കഥാകൃത്ത് തന്നെയാണ്. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാണ്. എവിടെയോ ഞങ്ങൾ തിരക്കഥയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ, അല്ലെങ്കിൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കഥകൾ എഴുതിയപ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത സിനിമകൾ എഴുതിയപ്പോൾ ഞങ്ങൾ എവിടെയോ ഞങ്ങളും ആൾക്കാരും തമ്മിലുള്ള ലിങ്ക് വിട്ടുപോയി. അത് ഞങ്ങളുടെ കുഴപ്പമായിട്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ ഉം. കാണുന്നത്. ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷെ ടു സ്റ്റാർട്ട് വിത്ത് അതിൽ നിന്നാണ് ഒരു തിരക്കഥയിൽ നിന്നാണ് ഒരു സിനിമ തീർച്ചയായും, തുടങ്ങുന്നത്. തീർച്ചയായും. അപ്പോൾ അതിൻ്റെ പരാജയവും എൻ്റെ ആദ്യ കാരണം എൻ്റെ തിരക്കഥയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരാജയം സഞ്ജയ് എന്ന പേഴ്സണെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യാറുണ്ടോ, ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാറുണ്ടോ? ഈ ആദ്യകാലത്ത് ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് ഇപ്പോൾ കാസനോവ ഉണ്ടായിരുന്നു, കാലത്തുണ്ടായിരുന്നു. ഇപ്പോഴും ഓടിയില്ലല്ലോ എന്ന് പറയുന്ന ഒരു വിഷമം തോന്നുന്നുണ്ട്. കാരണം ഏറ്റവും എനിക്ക് പ്രധാനപ്പെട്ടത് നമ്മളെ വിശ്വസിച്ച് നമുക്ക് സ്വപ്നം കാണാൻ അവസരം തന്ന നിർമ്മാതാവാണല്ലോ. അപ്പോൾ ആ നിർമ്മാതാവിന് ഒരു പരിക്ക് പറ്റി, ഒരു നഷ്ടം സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് കൂടുതൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ ജനം എന്ത് പറയുന്നത് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ആ നിർമ്മാതാവ് നമ്മളെ വിശ്വസിച്ച് പൈസ മുടക്കി ആ നിർമ്മാതാവിന് ആ പണം തിരിച്ചു കിട്ടിയില്ല എന്നുള്ളത് ആണ് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. ഇനീഷ്യലി നമ്മുടെ കരിയറിൽ ഇമ്പാക്റ്റ് ചെയ്തത് പോലെ ഇപ്പോൾ ഇമ്പാക്റ്റ് ചെയ്യാറില്ല ഒരു സിനിമയുടെ പരാജയം. ഈ പ്രൊഡ്യൂസറിന് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് പരാജയം. അതിനപ്പുറം ആ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ചില സിനിമകൾ ആ റൈറ്റിംഗ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ടാവാം. ആ സിനിമ ഞാൻ പറയപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നിയിട്ട് തന്നെ ആവാം ഞാൻ ചെയ്തത്. എന്തുകൊണ്ട് ഓഡിയൻസുമായിട്ട് എന്നെ കണക്ട് ചെയ്തില്ല എന്ന് പറയുന്നതിനെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഓടാത്ത പടങ്ങൾ സാമ്പത്തികമായിട്ടല്ലാതെ ചില പടങ്ങൾ എന്നെ സംബന്ധിച്ച് പരാജയമല്ല. എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു എന്നുള്ളതാണ്. നമ്മൾ പാർട്ട്ണർഷിപ്പുകളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അതിലേക്ക് എത്തിയത്. അപ്പം റെഗുലർ പാർട്ട്നേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവരുമായിട്ടാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന മറ്റുള്ളവരോട് നിങ്ങൾക്ക് നോ പറയേണ്ടി വരാറുണ്ടാവാം. സോ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു നോ പറയുന്ന പ്രോസസ്സ് എങ്ങനെയാണ്? ആർട്ട് ഓഫ് സെയിങ് നോ എന്ന് പറയുന്നത്. ആർട്ട് ഓഫ് സെയിങ് നോ ഇല്ല ശരിക്കും പറഞ്ഞാൽ. അതായത് നമ്മൾ അറ്റ് ദാറ്റ് ഗിവൺ പോയിന്റ് ഇൻ ടൈം നമ്മൾ ചിലപ്പോൾ തിരക്കിലായിരിക്കാം. ഇപ്പോൾ ഒരു സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ 2 or 3 സിനിമ നമ്മൾ കമ്മിറ്റ് ചെയ്ത സമയത്ത് ഒരാളൊരു സിനിമ ചെയ്യാൻ വരുമ്പോൾ ആ സിനിമ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. അല്ലാതെ ഒരാളെ കേട്ടോ ഇയാളുമായിട്ട് ഞാൻ സിനിമ ചെയ്യില്ല എന്നുള്ള തോന്നലിനേക്കാൾ കൂടുതൽ ഇതുപോലത്തെ പ്രാക്ടിക്കൽ പേർപ്പസസ് ആണ് ഇവിടെ ചെയ്യുന്നത്. അറ്റ് എ ഗിവൺ പോയിന്റ് നമ്മളൊരു 3 സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞ് ഒരാൾ വരുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രോബ്ലം ആയിരിക്കും. അത് ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കില്ല. പിന്നെ ആ വ്യക്തിയുമായി അല്ലെങ്കിൽ ഒരു സംവിധായകനുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുകയാണ് ആ സംവിധായകന് ഞങ്ങൾ പറയുന്നത് ആ സംവിധായകനോ റിലേറ്റ് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല എങ്കിൽ ആ സിനിമ ചെയ്യാതിരിക്കുകയാണ് ഭേദം. കാരണം ഞങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കിട്ടുന്നില്ല എങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അത് ഞങ്ങളുടെ കുഴപ്പമായിരിക്കും, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഴപ്പമായിരിക്കും. അങ്ങനെ പലപ്പോഴും ബോബി സഞ്ജയ് സ്ക്രിപ്റ്റുകളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ വരുന്നു, സോഷ്യൽ കോസുകൾ സംസാരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ കാണുന്ന ഒരു മാറ്റം എന്നത് ഇപ്പം സാധാരണ അത്തരത്തിലുള്ള സോഷ്യൽ റിലവൻസ് ഉള്ള സിനിമകൾ വരുമ്പോൾ അതിനൊരു ഡോക്യു ഫിക്ഷൻ സ്വഭാവത്തിലേക്ക് പോകാൻ, അല്ലെങ്കിൽ വളരെ റിയലിസ്റ്റിക് ആയ ഒരു അപ്രോച്ചിലേക്ക് പോകാൻ. പക്ഷെ നിങ്ങളൊരു സ്വീറ്റ് സ്പോട്ട് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും എൻഗേജിങ് ആയിട്ട് പറയാൻ, ഒരു നമ്മൾ പറയുന്ന ജനപ്രീതിയും കലാമൂല്യവും ഉള്ള സിനിമകൾ ഉണ്ടാക്കുന്നതിലൊക്കെ ഇതിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഒരു ടോപ്പിക്ക് വരുന്നു, അതിൻ്റെ പുറത്തൊരു കഥ ഉണ്ടാക്കുകയാണോ? നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കഥയാണോ ആദ്യം വരുന്നത്? അതിലേക്ക് ഇത്തരത്തിലുള്ള ടോപ്പിക്കുകൾ കഥ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി അതിലേക്ക് കയറി വരികയാണ് ചെയ്യുന്നത്? മിക്കവാറും ഒരു കഥാസന്ദർഭമാണ് മനസ്സിൽ വരുന്നത്. ഒരു കഥാസന്ദർഭം. ഇപ്പോൾ ഉദാഹരണത്തിന് നോട്ട്ബുക്കിൻ്റെ കാര്യം പറഞ്ഞാൽ, ഒരു ടീനേജ് പെൺകുട്ടിയുടെ പ്രഗ്നൻസി അബോർട്ട് ചെയ്യാൻ പോകുന്ന 2 സുഹൃത്തുക്കൾ, ആ കുട്ടി മരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് തോട്ട്. അതിൻ്റെ മുമ്പോട്ടും പുറകോട്ടും ഒക്കെ പിടിച്ചാണ് ഇതിൻ്റെ കഥാഗതികൾ സഞ്ചരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഈസോപ്പിൻ്റെ കഥകൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഈസോപ്പിൻ്റെ കഥകൾ എന്താണ് പറയുന്നത്? ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ അതിനകത്ത് കുറുക്കനെയും പക്ഷിയെയും പൂച്ചയെയും ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ കയ്പുള്ള മരുന്ന് നമ്മൾ മധുരത്തിൽ പൊതിഞ്ഞ് കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, സിനിമ എന്ന് പറയുന്ന കല എല്ലാ തരം ആൾക്കാരും തിയേറ്ററിൽ വന്ന് കാണുന്ന സ്ഥലമാണിത്.
പണ്ഡിതനും പാമരനും ഒരേപോലെ ഒരേ സ്ഥലത്തിരുന്ന് ആസ്വദിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരേ ഒരു കല സിനിമയാണ്. അവരോട് സംസാരിക്കുമ്പോൾ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ നമ്മൾ നേരത്തെ സോഷ്യലി റെലവൻ്റ് എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. ഞങ്ങൾ ഒരിക്കലും ഇവിടെ സിനിമയോടുകൂടെ ഞങ്ങൾ ഇതാണ് പറയാൻ ശ്രമിക്കുന്നത്, നോക്കൂ ഈ മാറ്റം ഇവിടെ വേണം എന്നുള്ളതിനേക്കാൾ ഉപരി ഞങ്ങൾ കാണുന്ന ലോകത്തെ ഞങ്ങളൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാനേ ശ്രമിക്കാറുള്ളൂ. അല്ലാതെ മാറ്റം വരുത്തുക എന്നൊക്കെ ഒരു ഫിലിം റൈറ്റർ പറയുന്നത് കുറച്ച് പോംപസ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അത് അങ്ങനെയല്ല. കാരണം മാറ്റം വരുത്താൻ ഞങ്ങൾ ആരാണ്, അല്ലേ? ഞങ്ങളുടെ ശരി തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ ശരി. ഞങ്ങൾ ലോകത്തെ എങ്ങനെയാണ് കാണുന്നത് എന്ന് പറയുന്നതിന് ഞങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ. അതിൽ ചില കാര്യങ്ങൾ ബ്ലെൻഡ് ചെയ്ത് വരുമായിരിക്കും, അങ്ങനെയുള്ളൂ. ഈ പറയുന്ന പോലെ സ്കൂൾ, കുട്ടികൾ, ഇതൊക്കെ ഏത് കാലത്തും നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നോട്ട്ബുക്ക് എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞ ഈ ഒരു കഥാസന്ദർഭത്തിൽ നിന്നുണ്ടായാലും അതിൽ ഇത്തരം ചില കാര്യങ്ങൾ, കഥ നോക്കിയാൽ അതിൽ മേജോ അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ കഥയിൽ ഒരു പക്ഷേ ആവശ്യമില്ലായിരിക്കാം, പക്ഷെ അതാണ് ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫിലോസഫി. അത് ഞങ്ങൾ അറിയാതെ അതിനകത്തേക്ക് കയറി വന്നതായിരിക്കാം. ഈ ടീനേജ് പ്രഗ്നൻസിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ പലപ്പോഴും അതാത് കാലഘട്ടത്തിൽ നിന്ന് കുറച്ച് മുന്നിൽ, ബിയോണ്ട് ടൈമാണ് പലപ്പോഴും. ടീനേജ് പ്രഗ്നൻസി ആണെങ്കിലും ട്രാഫിക് ആണെങ്കിൽ പോലും, ട്രാഫിക്കിൻ്റെ പിന്നീട് ഒരുപാട് അവയവമാറ്റ ശസ്ത്രക്രിയകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും അന്ന് അതൊരു കുറച്ച് പുതുമയുള്ളൊരു കാര്യം, അല്ലെങ്കിൽ വൺസ് ഇൻ എ വൈൽ മാത്രം സംഭവിക്കുന്നത്. അങ്ങനെ കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ടോപ്പിക്കുകൾ ആണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഏതൊരു പോയിന്റിലാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്, ഓക്കെ ഈ ഒരു കഥ നമുക്ക് പറയണം, അല്ലെങ്കിൽ ഈ ഒരു വിഷയം ഞങ്ങൾ സംസാരിക്കണം എന്നുള്ളത്? കാലത്തിന് മുന്നേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ ഞാൻ വിശ്വസിക്കുന്നില്ല മൃദുൽ. കാരണം കാലത്തിന് മുന്നേ ഒരു കഥ പറയാൻ ഒരാൾക്ക് പറ്റില്ല അൺലെസ് ഇറ്റ്സ് എ സയൻസ് ഫിക്ഷൻ. ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ എടുക്കുമ്പോൾ അത് കാലത്തിന് മുന്നേ സഞ്ചരിച്ചൊന്നുമല്ല. മദ്രാസിൽ, ചെന്നൈയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അല്ലേ? തീർച്ചയായും. നോട്ട്ബുക്കിന്റെ സമയത്തും ടീനേജ് പ്രഗ്നൻസി ഉണ്ടായിരുന്നു. സിനിമയിൽ അതധികം വന്നിട്ടില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. കാലത്തിന്റെ പ്രതിഫലനമാകാനേ സിനിമയ്ക്ക് പറ്റുകയുള്ളൂ. അപ്പം ഞങ്ങൾ ചെയ്തതും അത് തന്നെയാണ്. ഒരുപക്ഷെ സിനിമയിൽ വളരെ അപൂർവമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഇത് കാലത്തിന് മുമ്പേ എന്ന് പറയുന്നത്. അല്ലാതെ കാലത്തിന് മുമ്പേ നടക്കാത്ത ഒരു കാര്യം ഞങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവന്നു ഒന്നുമില്ല. സിനിമ എന്തുകൊണ്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാലേ, ഇത് എഴുതിയേ പറ്റൂ എന്ന് തോന്നുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. ഒരു കഥ നമ്മുടെ മനസ്സിൽ വന്നാൽ പിറ്റേന്ന് പോലെ നമ്മൾ എഴുതുകയല്ല ചെയ്യുന്നത്. അത് കുറച്ചു കാലം ഒന്ന് മനസ്സിലിട്ട് ആലോചിച്ച് ചിലപ്പോൾ അത് കുറെ കാലം കഴിഞ്ഞിട്ട് ഇത് എഴുതണമല്ലോ എന്ന് തോന്നുന്ന ഒരു പ്രോസസ്സ് നമ്മളെ സ്വയം അതൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു പോയിന്റിലേക്ക്. എക്സാക്ട്ലി. ആ ഡിസ്റ്റർബ് എന്ന് പറയുന്ന വാക്ക് കറക്റ്റാണ്. ആ ഡിസ്റ്റർബൻസ് നമുക്കുണ്ടാകുമ്പോഴാണ് ഈ സിനിമയാണല്ലോ ചെയ്യേണ്ടത് നമുക്ക് തോന്നുന്നത്. ഇപ്പം നേരത്തെ സഞ്ജയ് പറഞ്ഞു, ഇപ്പം നമ്മുടെ ഒരു സിനിമ കൊണ്ടൊരു മാറ്റം വരുത്താമെന്നൊന്നും നിങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ പോലും ഞാൻ നേരത്തെ ഒരു അഭിമുഖത്തിൽ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ സിനിമ കാണുന്ന ഒരാൾക്കെങ്കിലും ഒരു പോസിറ്റീവായൊരു ചേഞ്ച് ഉണ്ടായാൽ നിങ്ങൾ കൃതാർത്ഥരാണ് എന്ന് പറയുന്നത്. ആ ഒരു ഉദ്ദേശത്തോടെ ചെയ്യുന്ന സിനിമകൾ പലപ്പോഴും മിസ്റീഡ് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തൊരു കോൺട്രവേഴ്സി ഉണ്ടാകുക എന്നൊക്കെ പറയുന്ന ഇതിലേക്ക് പോകുമ്പോൾ, ഉദാഹരണത്തിന് മുംബൈ പോലീസ്, അതൊരു സൗഹൃദത്തിൻ്റെ കഥയും അതിലൊരു സൈക്കോളജിക്കൽ ആംഗിളും ഒക്കെ ഉള്ളപ്പോൾ പോലും അതൊരു ഹോമോഫോബിയെ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് ഹോമോഫോബിക് ആണ് ആ സിനിമ എന്ന് പറയുക. നിർണായകത്തിലേക്ക് വരുമ്പോൾ അതിൽ അരാഷ്ട്രീയത ഉണ്ടെന്ന് പറയുക. കാണേയിലേക്ക് വരുമ്പം അതിന് മുന്നോട്ട് വെക്കുന്ന ഫൊർഗീവ്നെസ് എന്ന ആശയത്തെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇൻഫിഡിലിറ്റി അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സിനെ നോർമലൈസ് ചെയ്യുക, ലൈറ്റായിട്ട് കാണുക എന്നൊക്കെയുള്ള ഒരു മിസ്റീഡിങ് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് എങ്ങനെയാണ് അതിനെ കാണുന്നത്? അത് ഒരിക്കലും എഫക്റ്റ് ചെയ്യാറില്ല. കാരണം ഞങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഞങ്ങൾ ഒരു കാര്യത്തെ നോക്കിക്കാണുന്നതേ ഞങ്ങൾക്ക് പറയാൻ പറ്റുകയുള്ളൂ. അത് ഈ ഓഡിയൻസിൻ്റെ ഓരോരുത്തരെയും ചെന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം മുംബൈ പോലീസിന് അങ്ങനെ ഒരു വിമർശനം ഉണ്ടെങ്കിലും മുംബൈ പോലീസ് മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അല്ലെങ്കിൽ കാണെ ഇഷ്ടപ്പെട്ടവരാണ് കൂടുതലും എന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കാണെ എന്ന് പറയുന്ന സിനിമ ഇൻഫിഡലിറ്റിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ അല്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാമല്ലോ, അല്ലേ? അത് ആ സിനിമ അങ്ങനെ ഒരു സിനിമയല്ല. അപ്പോൾ അതിനെ അങ്ങനെ റീഡ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് പ്രേക്ഷകന്റെ സ്വാതന്ത്ര്യമാണ്, പ്രേക്ഷകന്റെ അവകാശമാണ്. അങ്ങനെയാണ് അതൊരു ചർച്ചയാവുന്നത്. ആ ചർച്ചകൾ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്ന് വെച്ച് അയ്യോ ഇത് മിസ്റീഡ് ചെയ്യപ്പെട്ടല്ലോ, ഞങ്ങൾ ഇതാണല്ലോ ഉദ്ദേശിച്ചത്, അത് അധികം ബാധിക്കാറില്ല. പിന്നെ ഞങ്ങളുടെ ശരി തന്നെ ആയിരിക്കണമെന്നില്ല പ്രേക്ഷകന്റെ ശരി. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ ചില കാര്യങ്ങളിൽ. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞങ്ങൾ ഒരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പോലെ ഞങ്ങളൊരു കാര്യം കാണാൻ ഇങ്ങനെ, ഇതാണ് ഞങ്ങളുടെ ശരി, ഇതാണ് ഞങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആ രീതിയിൽ ഞങ്ങൾ സിനിമ എടുക്കാതിരുന്നാൽ ഞങ്ങൾ മറ്റാർക്കോ വേണ്ടി സിനിമ ചെയ്യുന്ന പോലെ ഇരിക്കും. ഞങ്ങൾക്ക് മറ്റാർക്കോ വേണ്ടി സിനിമ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല. കാരണം
ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രേക്ഷകന് വേണ്ടി സിനിമ, പ്രേക്ഷകന് ഇഷ്ടപ്പെട്ട സിനിമ. നമുക്ക് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഏറ്റവും ഇഷ്ടമുള്ള നിറം എന്താണെന്ന് നമുക്കറിയണമെന്നില്ല. ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഭക്ഷണം എന്താണ് ഇഷ്ടപ്പെടുന്നത് നമുക്കറിയില്ല. നമ്മളാണ് തീരുമാനിക്കുന്നത് കോടിക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് ഇതായിരിക്കും ഇഷ്ടമെന്ന്. അത് തന്നെ ഒരു ഭയങ്കര ബ്ലണ്ടറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഞങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ സിനിമ ഓഡിയൻസാണ്. ഞങ്ങൾ റെഗുലറായിട്ട് സിനിമ കാണുന്നവരാണ്. ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന സിനിമകൾ എഴുതാനേ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ. കാരണം മറ്റെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല സത്യം പറഞ്ഞു. മിസ്റീഡ് ചെയ്യുന്നു എന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യം, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത റിസപ്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലുമൊക്കെ ഒരു ഭാഗത്ത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് അങ്ങനെ വർക്കാവും, അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് സ്വീകരിക്കപ്പെടും. ഞാനൊരു ഒരു പ്രോജക്റ്റിനെ കുറിച്ചല്ല ചോദിക്കുന്നത്, പക്ഷെ ഏതെങ്കിലും ഒരു മൊമെന്റുകൾ നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മയിൽ നിൽക്കുന്ന എന്തെങ്കിലും? മൊമെന്റുകളെക്കാൾ കൂടുതൽ ഇപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ ഇത്രത്തോളം സെലിബ്രേറ്റ് ചെയ്യപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങളത് സിനിമ ചെയ്തു, ഒരു 25-30 ദിവസമൊക്കെ ഓടിയാൽ നല്ലത് എന്ന് പറയുന്ന ലെവലിൽ റിലീസായ ഒരു ഫിലിമാണ്. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന എന്തോ സംഭവമാണെന്നൊന്നും അത് പിന്നീട് ആൾക്കാരാണ് പറയുന്നത് ഇത് ട്രെൻഡ് സെറ്റർ ആണെന്നുള്ളതും കാര്യങ്ങളും. ട്രാഫിക് ട്രെൻഡ് സെറ്റർ ആണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രാഫിക് അല്ലായിരുന്നുവെങ്കിൽ മറ്റൊരു ട്രെൻഡ് സെറ്റർ വരുമായിരുന്നു. കാരണം അതിനുവേണ്ടി റൈപ്പായിരുന്നു ആ കാലഘട്ടം. ആ വർഷം തന്നെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട്. ട്രാഫിക് ജനുവരി 7 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം ആകാനുള്ള ഭാഗ്യം കിട്ടിച്ചിരിക്കും എന്ന് പറയാം. അപ്പോൾ പക്ഷെ ട്രാഫിക് ചെയ്യുന്ന സമയത്ത് ഇതെന്തോ ചരിത്രം ഉണ്ടാക്കുന്നു അങ്ങനത്തെ യാതൊരു തോന്നലും ഉണ്ടായിട്ടില്ല. മോമെന്റുകളെക്കാൾ കൂടുതൽ നേരത്തെ മൃദുൽ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, ഈ സാമൂഹിക മാറ്റം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇൻഡിവിജ്വൽ മാറ്റങ്ങൾ അങ്ങനെ പലരും വന്ന് പറഞ്ഞ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ബാംഗ്ലൂർ നാഷണൽ ലോ സ്കൂൾ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി ലോ നിർത്തി, പകുതിക്ക് വെച്ച് പഠിത്തം നിർത്തിയ പെൺകുട്ടി ഹൗ ഓൾഡ് ആർ യു കണ്ടിട്ട് തിരികെ പഠിച്ച് വക്കീലായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ വന്ന് പറയാറുണ്ട്. ഈ ട്രാഫിക്കിന്റെ ട്രെൻഡ് സെറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ, ട്രാഫിക് ഇപ്പോഴും ചില കാര്യങ്ങളിലൊക്കെ ട്രെൻഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഒരു ഡയലോഗ് ക്രാഫ്റ്റിങ്ങിന്റെ ഒക്കെ ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പം അതിൽ ജോസ് പ്രകാശ് സാറ് പറയുന്ന ഡയലോഗ്, നിങ്ങൾ ഇന്ന് പറയുന്ന ഒരു യെസ് നാളെ ഒരുപാട് പേർക്ക് യെസ് പറയാനുള്ള ഒരു ചരിത്രമാവും എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റേ സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിച്ചിട്ടുള്ള ആസിഫ് അലിയുടെ ഒരു റിയാക്ഷൻ, ഇതൊക്കെ ഇപ്പോഴത്തെ പോപ്പ് കൾച്ചറിന്റെയും ഭാഗമാണ്. ചിലപ്പോൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റിലൊക്കെ ആയിരിക്കാം പലപ്പോഴും നിങ്ങൾ ഇന്ന് പറയുന്ന ഒരു എസ് എന്നൊക്കെ പറയുന്ന ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഒരു ബിയോണ്ട് ജനറേഷൻ ഒക്കെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സന്തോഷം ഫീൽ ചെയ്യും. തീർച്ചയായിട്ടും ഒരു എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന കാര്യം. ഇപ്പൊ ഈ നിങ്ങളുടെ എസ് ചരിത്രമാകുന്ന പറയുന്നത് എഴുതുന്ന സമയത്തൊന്നും നമുക്ക് അറിയില്ലല്ലോ ഈ ഡയലോഗ് ആഘോഷിക്കപ്പെടുമെന്നോ ഈ ഡയലോഗ് പിന്നീട് ആൾക്കാർ പറയുന്നു ഒന്നും അറിയില്ല. നമ്മൾ ആ തിരക്കഥയുടെ ഭാഗമായിട്ട് എഴുതിയതാണ് ഇതെല്ലാം. സ്പീഡ് പേടിയുണ്ടോ എന്ന് ചോദിക്കുന്നതൊക്കെ അത് പിന്നീട് അത് ഏറ്റെടുക്കാൻ നമ്മൾ വിചാരിക്കുന്നല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ അത് ഉപയോഗിച്ച് തീർച്ചയായിട്ടും സന്തോഷം തോന്നാറുണ്ട്. ഈ ഡയലോഗുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ചോയ്സ് ഓഫ് വേർഡ്സ് ആണ്. ഇപ്പം എനിക്ക് പലപ്പോഴും നിങ്ങളുടെ സിനിമകൾ കാണുമ്പോൾ നമ്മൾ റെഗുലറായി കേൾക്കാത്ത ചില രസമുള്ള വാക്കുകളൊക്കെ നിങ്ങളുടെ ഡയലോഗുകളിൽ വന്നിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു കാര്യം, മുംബൈ പോലീസിൽ ആര്യൻ ആന്റണി മോസസിന് കൊടുക്കുന്ന വീഡിയോ മെസ്സേജിൽ പറയുന്ന ഒരു ലൈഫിൻ്റെ ഒരു ക്രോസ് റോഡിൽ വെച്ച് കണ്ടുമുട്ടി പിരിയേണ്ടവരല്ല നമ്മൾ. ക്രോസ് റോഡ് എന്നുള്ള വാക്കൊന്നും അങ്ങനെ നമ്മൾ ഒരുപാടൊന്നും ആ സമയത്ത് യൂസ് ചെയ്തില്ല. നിങ്ങൾ ഈ ചോയ്സ് ഓഫ് വേർഡ്സ് എങ്ങനെയാണ് ഡയലോഗ് ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്തുള്ളത്? സത്യം പറഞ്ഞ മൃദുൽ, ഒരു രീതിയിലുള്ള ജാടയായിട്ട് പറയല്ല, അങ്ങനെ ബോധപൂർവം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെപ്പറ്റി വലിയ പിടിയില്ല. അത് എന്തോ ആ പോയിന്റിൽ വരുന്നതാണ് ചില കാര്യങ്ങൾ. ഒരു പക്ഷേ ഞങ്ങളറിയാതെ ഞങ്ങളുടെ വായന ഞങ്ങളെ അതിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം. ഞങ്ങൾ അത്യാവശ്യം വായിക്കുന്നവരാണ്, അതൊരു പക്ഷേ സഹായിച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ ആ ക്യാരക്ടർ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് ഒരിക്കലും ഒരു കഥാപാത്രം നമ്മളെ പിന്തുടരുക അങ്ങനത്തെ സംഭവമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. എഴുതിയ കഥാപാത്രം ഞങ്ങളുടെ കൂടെ വരിക, ആ കഥാപാത്രത്തിന് പിന്നെ എന്തായിരിക്കാം സംഭവിച്ചിരിക്കുക, ഞങ്ങൾ ചിന്തിക്കാറേ ചെയ്യാത്തതാണ്. പക്ഷെ നമ്മൾ എഴുതുന്ന മോമെന്റിൽ ആ ക്യാരക്ടർ ആയില്ല എങ്കിൽ നമുക്ക് ആ ക്യാരക്ടർ എന്താ ചെയ്യാൻ പോകുന്നതെന്നോ ആ ക്യാരക്ടർ എന്താ പറയാൻ പോകുന്നതെന്നോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് നമ്മളിൽ വരുന്ന ചില കാര്യങ്ങളാണിത്, ചില സംഗതികളാണ് ഈ ഡയലോഗുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡയലോഗുകൾക്കൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളാണ്. ഒരു ഫ്രെയിമിന് ഭംഗി കൂട്ടാൻ വേണ്ടി ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ടാവാറില്ല, വെൽ ഡിഫൈൻഡ് ആണ്. അത് ഒരു നായികയാവണമെന്നില്ല, നായികയുടെ ഒപ്പം നിൽക്കുന്ന. ഇപ്പോൾ ഉയരയിൽ പാർവതി ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ ഒപ്പം തന്നെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അനാർക്കലി ചെയ്തിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ നിങ്ങളുടെ സിനിമകളിൽ ഈ വളരെ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ്? എവിടെ നിന്നാണ് നിങ്ങളുടെ ഫെമിനിസം രൂപപ്പെടുന്നത്? ഈ അമ്മയിൽ തന്നെയാണ്. അമ്മ ഞാൻ പറഞ്ഞില്ലേ, അമ്മ അധ്യാപികയായിരുന്നു. അന്നത്തെ കാലത്ത്
എൻ്റെ അമ്മയൊക്കെ അധ്യാപികയായിരുന്ന സമയത്ത് കൂടുതൽ സ്ത്രീകളും വീട്ടമ്മമാരായിരുന്നു. അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളത് അമ്മ കോളേജിൽ പോകുന്നതും ഇതൊക്കെയാണ്. ഇപ്പം എല്ലാവരും അമ്മയെപ്പറ്റി പറയുമ്പോൾ അമ്മ ഉണ്ടാക്കിയ ഫുഡ്, അമ്മ പോയ പ്രാർത്ഥന, അമ്മ ചെയ്ത പ്രാർത്ഥന. എൻ്റെ അമ്മയെപ്പറ്റി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഓർക്കാൻ ആഗ്രഹിക്കുന്നതും അമ്മ ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളൊക്കെയല്ല. എൻ്റെ അമ്മ ഒരു അധ്യാപികയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുള്ളൂ. അമ്മയാണ് എന്നെ വായനക്കാരനാക്കിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടേ ഇതെല്ലാം വരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഈ പറയുന്ന പോലെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ വൈഫും ഞാനും പരിചയപ്പെടുന്ന എനിക്കൊരു 22ഉം വൈഫിനൊരു 21 വയസ്സുള്ളപ്പോഴാണ്. ഒരു ഏകദേശം 7 വർഷം കഴിഞ്ഞാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ എന്നേക്കാൾ ഭയങ്കരമായ ഒരു അന്താരാഷ്ട്ര വീക്ഷണമുള്ള ഒരാളെ എനിക്ക് കിട്ടിയത് പാർട്ണറായിട്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ പെട്രിയാർക്കിയിൽ പെട്ട് കിടക്കുന്ന ആൾക്കാരായിരുന്നു നമ്മളൊക്കെ. ആ സംഭവമൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞല്ലോ ഓഫ് കോഴ്സ് ഞാൻ പഠിച്ച സ്കൂൾ മിസസ് മേരി ഫ്രോയുടെ സ്കൂളാണ്. അവിടെ ഈ ജെൻഡർ ഇക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഓർഡർ ഓഫ് ദ ഡേ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു കാര്യമായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പം മുതൽ തന്നെ അങ്ങനെയുള്ളൊരു കാര്യത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ ബേസിക്കാണ് ഈ ഫെമിനിസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇത്രയേ ഉള്ളൂ മൃദുൽ. ഒരു പെണ്ണാണ് എന്ന കാരണം കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടി വരിക. ഒരു പെണ്ണാണ് എന്നുള്ള കാരണം കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യാതിരിക്കണം എന്ന് ഉള്ള ശാഠ്യം. ഇതിനെതിരെയുള്ള പ്രൊട്ടസ്റ്റിനെയാണ് ഞാൻ ഫെമിനിസം എന്ന് വിളിക്കുന്നത്. അത് ബൈ ഡീഫോൾട്ട് എല്ലാവരും ഉണ്ടാവേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അല്ലേ? അതുണ്ടെങ്കിൽ പ്രശ്നം തീർന്നു എന്ന് പറയുന്നത് അത് വളരെ ചെറുപ്പം പോലെ ഈ സ്കൂളും വായനയും അമ്മയൊക്കെ കിട്ടിയ ഒരു പരിശീലനത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇപ്പം നമ്മൾ പത്മനാഭൻ സാറിനെ കുറിച്ച് പറഞ്ഞു, ഡെന്നിസ് ജോസഫിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം പത്മനാഭൻ സാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അവരുണ്ടായിരുന്ന കാലത്ത് അവരുടെ ഒരു മഹത്വം അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഇവരൊക്കെ നിങ്ങളുടെ ഒരു പ്രൈം ആയപ്പോഴേക്കും ഇല്ല, അല്ലെങ്കിൽ അതൊന്നും കാണാൻ ഇവരാരും ഉണ്ടായില്ല. പത്മനാഭൻ സാറ്, ഡെന്നിസ് ജോസഫ്, അതുപോലെ തന്നെ രാജേഷ് പിള്ള, ഇവരൊന്നും ഇല്ല എന്നുള്ളത് നിങ്ങളെയൊക്കെ മിസ് ചെയ്യാറുണ്ട്. ഇപ്പൊ പത്മനാഭൻ സാർ മരിക്കുമ്പോൾ ഞങ്ങൾ കുട്ടിയാണ്. അപ്പൊ എൻ്റെ ഫാദർ കണ്ണു നിറഞ്ഞ് ഞാൻ കാണുന്ന ചുരുക്കം ചില സമയങ്ങളിലൊന്നാണ് അത്. ഞങ്ങൾ ഒരു പ്രായം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വിട്ടുപോയവരാണ് രാജേഷും ഡെന്നീസും. അത് ശരിക്കും നമ്മൾ നിപ്പിൽ ഇറങ്ങി പോവുക എന്ന് പറയുന്ന പോലെ പോകുമായിരുന്നു. അത് തീർച്ചയായിട്ടും ഇവരൊന്നും ഓർക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാറില്ല. എല്ലാ ദിവസവും തന്നെ നമ്മൾ ഓർത്തിരിക്കുന്ന മുഖങ്ങളാണ് ഇതൊക്കെ. സിനിമയിൽ വന്നിട്ട് ഈ പറയുന്ന 23 വർഷങ്ങളോളം ആവുന്നു. യു ഹാവ് സീൻ ഇറ്റ് ഓൾ. സിനിമയിൽ വന്ന ചേഞ്ചസ് കണ്ടിട്ടുണ്ട്. അതായത് സിംഗിൾ സ്ക്രീൻ വന്നു, പിന്നെ മൾട്ടിപ്ലെക്സ് ആയി, സാറ്റലൈറ്റ് ബിസിനസ് ഡ്രിവൺ സിനിമ ഉണ്ടായി, അതിനുശേഷം ഇപ്പം OTT-യിലെത്തി. അതുപോലെ തന്നെ ഓഡിയൻസിൻ്റെ പെർസെപ്ഷനും മാറിയിട്ടുണ്ട്. നമ്മുടെ മലയാളി ഓഡിയൻസ് സിനിമ കാണുന്ന രീതി. ഇപ്പോൾ ഒരു സിനിമ കണ്ടു കഴിയുമ്പം ഇവർ അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഓഡിയൻസ് ജഡ്ജ് ചെയ്യുന്നുണ്ട്, ഇത് OTT സിനിമയാണോ തിയേറ്റർ സിനിമയാണോ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചേഞ്ചുകളും കാര്യങ്ങളും ഒക്കെ ആസ് എ റൈറ്റർ നിങ്ങൾക്ക് തരുന്ന ചലഞ്ചുകൾ എന്താണ്? നമ്മൾ സിനിമയിലുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞ് മാത്രമായ ഒരു മാറ്റമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ സമൂഹവും നമ്മുടെ കാര്യങ്ങളും മാറുന്നതനുസരിച്ച് നമ്മുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന വ്യത്യാസം പ്രേക്ഷകനിൽ സിനിമയുടെ ടേസ്റ്റുകൾക്കനുസരിച്ചും ഉണ്ടാകുന്നു. അവിടെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ അപ്ഡേറ്റിങ്ങിന് കൊടുക്കുന്ന ഡെഫിനേഷൻ ഓൾവേസ് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എപ്പോഴെങ്കിലും ഞങ്ങളുടെയൊക്കെ കാലത്ത് എന്ന് പറയാൻ നമ്മൾ എന്ന് തുടങ്ങുന്നോ അന്ന് നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി എന്ന് വെച്ച് ഈ അഡാപ്റ്റ് ചെയ്യൽ നമ്മുടെ ഒരു ഗതികേടിൻ്റെ ഭാഗമോ നമ്മൾ ഫോഴ്സ്ഡ് ആകുകയോ ചെയ്യാതെ സ്വാഭാവികമായി അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത്. കാരണം ഒരു കാലവും മറ്റൊരു കാലത്തേക്കാൾ മികച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ കാലമായിരുന്നു നല്ലത് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ അല്ലാതെയും നടക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ സിനിമയിൽ നടക്കുന്ന പ്രതിഫലനങ്ങളെല്ലാം നമ്മുടെ ലൈഫിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എഴുത്തിലും അത് വരും. അപ്പം ഇതിനെ ഒരു രസകരമായ ഒരു ജേണി ആയിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഇപ്പം ഞാൻ ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ആകുന്ന എനിക്ക് തോന്നുന്നു 98-99 കാലമാണ്. എൻ്റെ വീട് അപ്പുൻ്റെയിലേക്ക് വരുമ്പോൾ അത് മാറിയിരുന്നു. പിന്നെ ട്രാഫിക് ഉണ്ട്, ഈ ഫിലിമിലുള്ള ഷൂട്ട്, അത് ഭയങ്കര രസകരമായ ഒരു ജേണി ആയിട്ടാണ് ഇതിനെ കാണുന്നത് ഞാൻ. അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ടെക്നോളജി കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ മാറുന്നുണ്ടല്ലോ. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നു, ടെക്നോളജി മാറുന്നു. നമ്മൾ പറയുന്ന കഥകളിലും കുറച്ച് മാറ്റമാണ്. ചില കഥകൾ ഇപ്പം നമുക്ക് പറയാം, ട്രാഫിക് അന്ന് പറഞ്ഞതുപോലെ ഇന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ലൈവ് ലൊക്കേഷൻ ഷെയറിംഗ് ഉണ്ട്, മൊബൈൽ ഫോണുകൾ കൂടുതലായിട്ടുണ്ട്, ഗൂഗിൾ മാപ്സ് ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പം ഇപ്പം കഥകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ തിരക്കഥകൾ എഴുതുമ്പോൾ നമ്മളൊരു ഡ്രാമയിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന അത്രയും തന്നെ ഇമ്പോർട്ടൻസ് ഈ ടെക്നോളജി റിലേറ്റഡ്
പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും നമ്മൾ എടുക്കില്ലേ? അതായത് ഇപ്പം CCTV കൂടുതലായി. ചില കാര്യങ്ങൾ നമുക്ക് CCTV ഉണ്ടല്ലോ അവിടെ എന്ന് സ്വാഭാവികമായിട്ടും. അപ്പം അങ്ങനത്തെ ഒരു ചേഞ്ച് നമ്മുടെ റൈറ്റിംഗ് പ്രോസസ്സിലും വരുന്നില്ലേ? നേരെ തിരിച്ചുണ്ട്. അതായത് നേരത്തെ നമ്മൾ CCTV കാര്യങ്ങൾ പറയുമ്പോൾ അന്നാണെങ്കിൽ ഇവരെ എങ്ങനെ അറിയിക്കും എന്നുള്ളപ്പോൾ ഇപ്പം നമുക്ക് മൊബൈൽ ഉണ്ടല്ലോ അറിയിക്കാമെന്ന് പറയുന്ന ഒരു എളുപ്പവഴിയും അതിനകത്തുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാലഘട്ടം മാറി. ഇപ്പോൾ ഒരു കാലഘട്ടം അല്ല ഇപ്പോൾ ഒന്ന് മാറുമ്പോഴും മനുഷ്യ വികാരം മാറുന്നില്ല. സ്നേഹം, വാത്സല്യം, പക, പ്രണയം, പ്രതികാരം ഇതെല്ലാം വില്യം ഷേക്സ്പിയറിൻ്റെ കാലത്തും അന്നും ഇന്നും എല്ലാം ഇതാണ്. അന്നത്തെ രാജാക്കന്മാരുടെ പറഞ്ഞിരുന്ന കഥകൾ ഇന്ന് നമ്മൾ പറയുന്നത് പുതിയ തരം ടെക്നോളജി വെച്ചിട്ടാന്നേ ഉള്ളൂ. മനുഷ്യൻ്റെ വികാരത്തിന് യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടില്ലല്ലോ. അതെല്ലാം സെയിമാണ്. അതുകൊണ്ടാണ് ക്ലാസിക്കലായിട്ട് നിൽക്കുന്നത്. ഈ ടെക്നോളജി മാറ്റം എന്ന് പറയുന്നത് അതിനകത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ചില ചുറ്റുവട്ടത്തുള്ള സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയപരമായ മാറ്റങ്ങൾ, സാമ്പത്തികപരമായ മാറ്റങ്ങൾ, ഈ പറഞ്ഞത് മുഴുവൻ പ്രാക്ടിക്കൽ ഇതാണ്. നമ്മൾ ഈ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് വേണമെന്ന് പറയില്ലേ, ഒരു പ്രോബ്ലമാണ്. ആ പ്രോബ്ലം സോൾവിങ് ആണ് ഈ പറഞ്ഞതെല്ലാം. പക്ഷെ കഥകളെല്ലാം പ്രധാനമായും സെയിം തന്നെയാണ് ശരിക്കും. ഇപ്പം അതുകൊണ്ടാണ് കർണൻ ദളപതിയാകുന്നത്, സത്യവാൻ സാവിത്രി റോജയാകുന്നത്. ഇത് രണ്ടും പ്രസക്തമാകുന്നത് എങ്ങനെയാണ്? അന്ന് സത്യവാൻ സാവിത്രി എന്ന് പറയുന്നത് രാജാവും ഒക്കെയുള്ള കാലം, കർണൻ എന്ന് പറയുന്നത് യുദ്ധവും ഒക്കെയുള്ള കാലം. ഇതെങ്ങനെയാണ് ഇവിടെ ഇപ്പോഴും പ്രസക്തമാകുന്നത്? നാളെയും കർണൻ ചെയ്യാൻ നമുക്ക് പറ്റും, നാളെയും സത്യവാൻ സാവിത്രി ചെയ്യാൻ പറ്റും. കാരണം ഇതൊന്നും മാറുന്നില്ല. ഇപ്പം അത് പറഞ്ഞതുകൊണ്ട് ഒരു കൗതുകത്തിൻ്റെ കുറച്ച് ചോദിക്കണം. അങ്ങനെ നിങ്ങൾക്ക് അഡാപ്റ്റ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ വർക്കുകളുണ്ട്? അതായത് കാലഘട്ടത്തിലേക്ക് ഈ കാലഘട്ടത്തിലേക്ക് മാറ്റി ഒരു ഒരു ക്ലാസിക്കിനെ എടുത്ത് റീഡ് ചെയ്യും അങ്ങനെ ചെയ്യണം? അങ്ങനെ തോന്നിയിട്ടില്ല. ഞങ്ങൾ ചെറുപ്പത്തിൽ അമർചിത്രകഥ എന്ന് പറയുന്നതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടായിട്ടുണ്ട് വീട്ടിൽ. ഫുൾ കളക്ഷൻ നമുക്ക് വീട്ടിലുണ്ടായിരുന്നു. അതിൽ ഞങ്ങളെ ഏറ്റവും ആകർഷിച്ച അമർചിത്രകഥ കായംകുളം കൊച്ചുണ്ണിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ആൾക്ക് ഞങ്ങൾ ഞങ്ങളുടേതായ ഒരു ഡെപ്പിക്ഷൻ കൊടുക്കുമായിരുന്നു അന്നേ. കാരണം അതുപോലെ ഞങ്ങളുടെ മനസ്സിൽ കയറിയിരുന്നു കുട്ടിയായിട്ട്. അപ്പോൾ ഒരു പരിധി വരെ ഞങ്ങളുടെ ബാല്യത്തെയും ഞങ്ങളുടെ ആ ഒരു ചൈൽഡ്ഹുഡിനെയും ഞങ്ങൾ റീക്രിയേറ്റ് ചെയ്യായിരുന്നു കായംകുളം കൊച്ചുണ്ണി എഴുതിയ വഴി. പക്ഷെ അത് പീരീഡ് തന്നെയാണ്. പക്ഷെ അത് ഞങ്ങളുടെ ഡെഫിനേഷൻ ഓഫ് കായംകുളം കൊച്ചുണ്ണിയാണ്. ഐതിഹ്യമാല അതേപടി ഞങ്ങൾ പിന്തുടർന്നിട്ടില്ല. ഞങ്ങളുടെ ഡെഫിനേഷനാണ്. പഴയതെന്തെങ്കിലും ഇന്നത്തേതിൽ നടണമെന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം കൂടുതലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉള്ളിൽ വന്ന്, നേരത്തെ മൃദുൽ പറഞ്ഞ പോലെ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ അങ്ങനെ മുമ്പോട്ട് പോകാനാണ് ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ AI കുറിച്ച് കൂടി പറയണം തോന്നുന്നു. അപ്പം കഥ എല്ലാ നേരത്തെ പറഞ്ഞ പോലെ കഥയിലെ എലമെൻറ്റ്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസിന് വേണ്ടി നമ്മൾ ടെക്നോളജി നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറയുന്ന പോലെ പക്ഷെ കഥ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിൽ പോലും ടെക്നോളജി ഇടപെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സഞ്ജയുടെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം കഴിയുമ്പോഴും എന്തായിരിക്കും ഈ ഒരു പ്രോസസ്സിൽ ഹ്യൂമൻ ആയിട്ട് നിൽക്കുന്ന കാര്യം? MT വാസുദേവൻ നായർ നാലുകെട്ട് എഴുതുമ്പോൾ അല്ലെ കാലം എഴുതുമ്പോൾ അദ്ദേഹം കണ്ട ലൈഫാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം അനുഭവിച്ച ലൈഫാണ് അദ്ദേഹം എഴുതിയത്. അത് അദ്ദേഹത്തിൻ്റെ യുണീക്ക് പോയിന്റാണ്. ആ യുണീക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള മനുഷ്യൻ്റെ കഴിവ് എന്ന് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും മാറ്റങ്ങളുണ്ടാവും. എന്തൊക്കെയാണെങ്കിലും ഇനിയും വരാൻ പോകുന്നത് ഒരു വിപ്ലവം തന്നെയായിരിക്കും. പക്ഷേ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ആ അനുഭവത്തിൻ്റെ അതീക്ഷ്ണതയോടെ പറയാൻ ഒരു പക്ഷേ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, എങ്കിൽ ആ എഴുത്തുകാരന് മാത്രമേ പറ്റുകയുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം എവിടെയുണ്ട്. നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത് പോലെ മറ്റൊരാൾ കാണാൻ പറ്റുമോ? ഇമോഷൻസ് ഒരു പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കും നിൽക്കാന്നുള്ളത്. നേരത്തെ അഡാപ്റ്റബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. 23 വർഷം എന്ന് പറയുന്ന ഒരു ചെറിയ കാലയളവല്ല സിനിമയെ സംബന്ധിച്ചുള്ള റിലവൻ്റ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. എന്താണ് സ്റ്റേയിങ് റിലവൻറ്റിൻ്റെ പിന്നിലുള്ള പ്രോസസ്സ്? സ്റ്റേയിങ് റിലവൻറ്റ് അഡാപ്റ്റ് ചെയ്യൽ എനിക്ക് തോന്നുന്നത് ഇതാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെതാണ് ലോകം എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ ജീവിച്ച അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൻ്റെ കാലഘട്ടത്തിൻ്റെതല്ല ലോകം. ഈ കാലഘട്ടത്തിൻ്റെ സ്വന്തമാണ് ലോകം. ഈ കാലഘട്ടമാണ് തീരുമാനിക്കുന്നത് ലോകത്തെ. ഈ കാലഘട്ടത്തിൽ എന്തോ കുഴപ്പമുണ്ട്, ഈ കാലഘട്ടത്തിൽ എന്തോ പ്രോബ്ലം ഉണ്ട് എന്നുള്ള രീതിയിൽ ഈ കാലഘട്ടത്തെ കാണാതിരിക്കുക. ഇതിന് ഭയങ്കരമായ സൗന്ദര്യം ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയും ആ സൗന്ദര്യത്തോട് നമ്മൾ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും എംപത്തൈസ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അതിനെയാണ് ഞാൻ അപ്ഡേറ്റിംഗ് എന്ന് വിളിക്കുന്നത്. അത് ഫിലിം മേക്കിംഗ് ആണെങ്കിലും നെറേറ്റീവ് സ്ട്രക്ചർ ആണെങ്കിലും ഡയലോഗുകളാണെങ്കിലും ഒക്കെ ഈ കാലഘട്ടവുമായി ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഈയിടെ ഒരു
ഒരു തമാശ പോലെ വായിച്ചതാണ്. ഒരു ലേഖനം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് ഒരു രീതിയിലുള്ള മൊറാലിറ്റിയുമില്ല, ഹാർഡ് വർക്കിംഗ് അല്ല, ദൈവവിശ്വാസികളല്ല, എല്ലാത്തിനെയും തർക്കുത്തരം പറയുന്നു, അല്ലെങ്കിൽ വളരെ വേവേഡായിട്ട് നടക്കുന്നു, ജോലി ചെയ്യാൻ താല്പര്യമില്ല, മടിയന്മാരാണെന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെക്കുറിച്ചുള്ള ലേഖനമാണ്. പക്ഷെ ലേഖനത്തിൻ്റെ അവസാനം ചെല്ലുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് BC 200 ഒരു ഫിലോസഫർ എഴുതിയ ലേഖനമാണത്. അപ്പോൾ ഇതെല്ലാ കാലഘട്ടത്തിലും ഇതുണ്ട്. അപ്പം നമ്മൾ അതാകാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. സഞ്ജയ്ക്ക് എന്താണ് തോന്നുന്നത് ഈ 23 വർഷങ്ങൾക്ക് ശേഷം ഇത് റിലവൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഒരു ബുദ്ധിമുട്ടുള്ള പ്രോസസ്സ്, അതോ 23 വർഷം മുമ്പ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു? വാട്ട് വാസ് മോർ ഡിഫിക്കൽട്ട്? രണ്ടും ഈക്വലി ഡിഫിക്കൽട്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫാദർ പ്രൊഡ്യൂസർ ആയിരുന്നതുകൊണ്ട് ഞങ്ങളുടെ ചിലപ്പോൾ എൻട്രി പോയിന്റ് ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷേ ആ എൻട്രി പോയിന്റിൽ ആ സിനിമ നന്നായിരുന്നില്ല എങ്കിൽ പിന്നെ നമ്മൾ ആരെവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് ഡിഫിക്കൽട്ട് തന്നെയായിരുന്നു. റെലവൻ്റ് ആയിട്ട് നിൽക്കുന്നതും ഡിഫിക്കൽട്ടാണ്. ഇപ്പം 23 വർഷം എന്ന് മൃദുൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ഇപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങൾക്ക് 3 സിനിമകൾ ഞങ്ങൾ കമ്മിറ്റഡ് ആണ്. മറ്റെന്തിനേക്കാളും ഞങ്ങൾ താങ്ക്ഫുള്ളാണ്, ഞങ്ങൾ ഗ്രേറ്റ്ഫുള്ളാണ്. 23 വർഷം കഴിഞ്ഞിട്ടും രാവിലെ എഴുന്നേൽക്കുമ്പോൾ 3 സിനിമ ചെയ്യാനുണ്ടെന്ന് പറയുന്നതിൽ വി ആർ താങ്ക്ഫുൾ, വി ആർ ഗ്രേറ്റ്ഫുൾ, അതേ പറയാൻ പറ്റുന്നുള്ളൂ. ഹൈപ്പോത്തറ്റിക്കലാണ്. അതായത് ഇന്ന് സഞ്ജയ് എത്തി നിൽക്കുന്ന, ബോബി സഞ്ജയ് ഡിയോ എത്തി നിൽക്കുന്ന ഒരു പോയിന്റ് എന്നത് അന്നത്തെ, അതായത് സിബി മലയിൽ സാറ് വീട്ടിൽ താമസിച്ച സമയത്ത് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി അവിടെ ഇവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിട്ടിരുന്ന ഒരു പയ്യനെ സംബന്ധിച്ചോളം വെദർ ഹി വിൽ ബി സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി അബൌട്ട് വെയർ യു ഹാവ് റീച്ച്ഡ്? 100%. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്ന് സിബി സാർ വീട്ടിൽ വന്ന് താമസിച്ചപ്പോൾ ഇട്ടിരുന്ന ആ ആളെന്ന് പറയുന്നത് സിനിമയുടെ കൗതുക കാഴ്ചകൾ മാത്രമുള്ള ഒരാളായിരുന്നു. ഇപ്പം എനിക്ക് തോന്നുന്നു ഞങ്ങൾ അതിൽ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. സിനിമ എന്ന് പറയുന്നത് വെറും കൗതുകമല്ല, അതിൻ്റെ പേർക്സ് ഉണ്ടല്ലോ, അതിനപ്പുറത്തേക്ക് സിനിമയെ കാണാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഗ്രോത്ത് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. സഞ്ജയ് ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം കണ്ടിട്ടുണ്ട്. നമ്മൾ സിനിമയുടെ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് പറഞ്ഞു, അതല്ലാതെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റിജക്ഷൻസ് കണ്ടിട്ടുണ്ട്, സക്സസ് കണ്ടു, ഫെയിലിയേഴ്സ് കണ്ടു, അതുപോലെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നത് കണ്ടു. ഇപ്പോൾ സഞ്ജയ് എത്തി നിൽക്കുന്ന ഒരു പോയിന്റിൽ സഞ്ജയ് കൂടുതൽ പേടിക്കുന്നത് എന്തിനായിരിക്കും? ഈ പറഞ്ഞ അഡാപ്റ്റ് ചെയ്യാൻ പറ്റായികയാണ്, വാർദ്ധക്യത്തെയാണ്. വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കൽ വാർദ്ധക്യമല്ല കേട്ടോ, അത് പേടിയേയില്ല. അതല്ല, നമ്മളുടെ മനസ്സുകൊണ്ട് നമ്മൾ ശരിയെന്ന് ചിന്തിക്കുന്നത് പഴയ കാലത്തെ ശരിയാണോ, ഇപ്പോൾ അത് റെലവൻ്റ് ആണോ, ഞാൻ റെലവൻ്റ് ആണോ? ഇറലവൻസിനെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത്. എന്ന് വെച്ച് സിനിമയില്ലാതായി പോകുന്നോ, അതൊന്നും അല്ല ഞാൻ പറയുന്നത്. നമ്മൾ നോക്കിക്കാണുന്നത്, നമ്മൾ എഴുതുന്നത്, നമുക്ക് പ്രധാനമെന്ന് തോന്നുന്നത് ഇറലവൻ്റ് ആണോ, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് ആവശ്യമില്ലാത്തതാണോ? കാരണം ഈ കാലം മുമ്പോട്ട് പോവുക, പ്രായം മുമ്പോട്ട് പോവുക എന്ന് പറയുന്നത് തടയാൻ പറ്റുന്നില്ലല്ലോ. അത് മനസ്സിനെയും ചിന്തയെയും ബാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭാവനയെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കോഷ്യസ് ആയിട്ടിരിക്കുന്ന കാര്യം. സഞ്ജയ് സിനിമയ്ക്ക് പുറത്തുള്ള ലോകത്തെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്ന് പറഞ്ഞു. എന്നാൽ പോലും ചോദിക്കുകയാണ്, സിനിമയ്ക്ക് പുറത്തുള്ള സഞ്ജയുടെ ലോകം എങ്ങനെയായിരിക്കും? ഹൗ ഡു യു സ്പെൻഡ് ടൈം? വളരെ ബോറിംഗ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വീട്ടിൽ എത്ര നേരം വേണമെങ്കിലും ഒറ്റയ്ക്കിരിക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് വായിക്കാനാണ്. എനിക്ക് വായിക്കാൻ ഒരുപാട് സമയം വേണ്ട ആളാണ് ഞാൻ വായിക്കുന്ന ആളാണ്. എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ, വളരെ കുറച്ച് സുഹൃത്തുക്കളേ ഉള്ളൂ. ആ സുഹൃത്തുക്കളുമായിട്ട് ഞാൻ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, ചിലരുമായി യാത്ര ചെയ്യാറുണ്ട്, ഫാമിലിയായിട്ട് യാത്ര ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെയുള്ളൂ. പിന്നെ സിനിമകൾ കാണാറുണ്ട്. അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ബോറിംഗ് ലൈഫാണ്. എന്താണ് വായിക്കാറുള്ളത്? എല്ലാം വായിക്കാറുണ്ട്. എല്ലാം വായിക്കാറുണ്ടെന്ന് പറഞ്ഞാൽ കയ്യിൽ കിട്ടുന്ന എല്ലാം തന്നെ വായിക്കാറുണ്ട്. എനിക്കൊരു എന്താ പറയുക, വലിയ വീടുണ്ട്, വലിയ കാറുണ്ട്, വലിയ കപ്പലുണ്ട്, വലിയ പ്ലെയിനുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യം, ഈ പറഞ്ഞൊന്നും എനിക്ക് ഉണ്ടെന്നല്ല കേട്ടോ, അഭിമാനത്തോടെ പറയുന്ന കാര്യം എനിക്കൊരു നല്ല പുസ്തക ശേഖരം ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ അഗൈൻ ഞാൻ 23 വർഷം എന്നുള്ളത് തന്നെ ഒന്നും കൂടെ പറയാണ്. 23 വർഷം സിനിമ റൈറ്റിങ്ങിൽ നിൽക്കുന്നു, സ്ക്രീൻ പ്ലേസ് ഡെവലപ്പ് ചെയ്യുന്നു, കഥാപാത്രങ്ങൾ ഉണ്ടാക്കുന്നു. സഞ്ജയ് എന്ന പേഴ്സണെ ഈ ഒരു യാത്ര എങ്ങനെയാണ് ചേഞ്ച് ചെയ്തിരിക്കുന്നത്? എന്നെ കുറച്ചുകൂടെ, ഞാൻ നേരത്തെ പറഞ്ഞാണ്, കുറച്ചുകൂടെ ഗ്രൗണ്ടഡ് ആക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ ഗ്രേറ്റ്ഫുൾ ആക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ, ഇത്രയും സിനിമ ചെയ്യാൻ പറ്റിയല്ലോ എന്ന് പറയുന്നൊരു ഐ എം ഗ്രേറ്റ്ഫുൾ, അതുള്ളതാണ് എന്നെ മാറ്റിയിരിക്കുന്നത്.
അതല്ലാതെ ഒരു ഡ്രമാറ്റിക് ആയിട്ട് തന്നെ ഭയങ്കരമായി എനിക്കൊരു ഇതുണ്ടാവുക അങ്ങനെയൊന്നും ഇല്ല. കാരണം സിനിമ മാത്രമല്ലല്ലോ ലൈഫ്. സിനിമയ്ക്ക് ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളും കൂടെ ചേർന്ന ഒരാളാണല്ലോ ഞാൻ. അപ്പോൾ സിനിമ എന്നെ ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്ന കാര്യമാണ് എന്നെ ഇന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എഴുന്നേൽക്കണം, എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി ചെയ്യണം എന്ന് തോന്നാനുള്ള എനർജി 23 വർഷം എങ്ങനെയായിരുന്നോ അത് അതേപോലെ തന്നെ എനിക്കിപ്പോഴും ഉണ്ട്. സഞ്ജയ് അക്കാര്യത്തിൽ ഒരു രീതിയിലും സിനിമ പരാജയപ്പെടുവോ പരാജയപ്പെടാതിരിക്കുവോ ഒരു രീതിയിലും ഞാൻ കള്ളത്തരം കാണിച്ചിട്ടില്ല. അത് എനിക്ക് ഐ ക്യാൻ വൗച്ച് ഫോർ ദാറ്റ്. ഒരു 25 വർഷം കൂടെ കഴിഞ്ഞ് സഞ്ജയുടെ ബോബി സഞ്ജയുടെ ഫിലിമോഗ്രഫിയൊക്കെ അതിലൂടെ പോകുന്ന ഒരാൾക്ക് എന്തായിരിക്കണം അതിൻ്റെ ഒരു ടേക്ക് അവേ എന്നാണ് സഞ്ജയ് ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ. എന്താണ് ടേക്ക് അവേ എന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ഒരു സിനിമ കാണാൻ കയറിക്കഴിഞ്ഞ്, അതായത് 2 മണിക്കൂറിലൊരു സിനിമ നമ്മൾ തിയേറ്ററിലേക്ക് കാണാൻ നമ്മൾ കയറിക്കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ ആ കാണാൻ കയറിയ ഒരാളേക്കാൾ ഒരു ചെറിയ മാറ്റം ആ ആൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ്. ആ മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഒന്ന് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ പാതി വഴി മുടങ്ങിയ വിദ്യാഭ്യാസം ഒന്ന് ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ അയാളും ഞാനും തമ്മിൽ കഴിഞ്ഞിട്ട് കുറച്ച് പേര് ഡോക്ടേഴ്സാകാൻ തീരുമാനിച്ചവരുണ്ട്, അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ഒരു മാറ്റങ്ങൾ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ ലോകത്തുണ്ടായിട്ടുണ്ടെങ്കിൽ നല്ലത്. താങ്ക് യു സോ മച്ച് ഫോർ സ്പെൻഡിങ് ഇത്രയും സമയം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചതിന്. മുന്നോട്ടുള്ള എല്ലാവിധ പ്രൊജക്റ്റുകൾക്കും കാര്യങ്ങൾക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.